സാധാരണ നിങ്ങൾ ഐഡിയ അർജന്റ് ആയിട്ടൊന്ന് മാറ്റിയാ നല്ലത് കേട്ടോ. ഏതായാലും അശ്വിനി ഉസ്താദ് നൗഷാദ് ഹസനെയാണോ അത്? അല്ലെ അതിനും അത് സനതുള്ള നൗഷാദ് ഹസനെയാണോ? അല്ല അല്ലേ? ആ സുഹൃത്തെ, എന്നാല് ഏതായാലും എടുക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നേ ഫ്രഷ് ന്യൂസേ. അപ്പൊ നിങ്ങൾ ഐഡി കണ്ടപ്പോ ഞാൻ കരുതിയത് നിങ്ങൾ ആള് ഫ്രഷ് ആണെന്നാ. അപ്പൊ നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ? നിങ്ങളെ മുജാഹിദിന്റെ മൗലവിമാര് തൗഹീദ് പറയാത്തത് കൊണ്ടാണ് KNMന്റെ ജനറൽ സെക്രട്ടറിയോട് ഇന്ന് ഹൈലിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലിപ്പ് ഞാൻ ആക്കേണ്ട അവസ്ഥ വന്നത്. നിങ്ങൾ ഇതൊന്നും കേട്ടില്ല? തൗഹീദിനെ സംബന്ധിച്ചും ഇസ്തിഹാസയെ സംബന്ധിച്ചും നിങ്ങളെ മൗലവിമാര് പറയാൻ പറ്റാത്ത വിധം അധപ്പതിച്ചത് കൊണ്ടാണ് ഞാൻ ഹൈലിലേക്ക് താഴ്ന്നു വരേണ്ടി വന്നത്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? ഞങ്ങള് പണ്ടേ തയ്യാറാണ്, പക്ഷെ നിങ്ങളെ മൗലവിമാർ റെഡിയാണ്ടേ. നിങ്ങളെ മൗലവിമാർ നിയാസെ പോയോ? കേൾക്കുന്ന സമയത്ത് ആ ഫൈസലിന്റെ ക്ലിപ്പ് ഒന്നിട്ട് എടുത്തോ. നേരോടെ നിർഭയം നിരന്തരം എന്ന് പരസ്യം അടിച്ചിട്ട് കേരളത്തിലുള്ള വിവരം കെട്ട സെലഫികള് ഒന്നുമില്ലാത്ത ഒരു ചുക്കിനും കൊള്ളാത്ത പള്ളിയിലെ ഹൗലും പിന്നെ ഹൗലിന്റെ കര പോലും കഴുകാൻ പറ്റാത്ത ഒരു മൗലവിയെ വലിയ നേതാവായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനം. നിങ്ങളെ പേര് മുജാഹിദ് എന്ന് പറയേണ്ടി വരുന്നതിൽ നിങ്ങൾക്ക് നാണയില്ലെങ്കിലും അത് കേൾക്കുന്ന ഞങ്ങൾക്ക് നാണമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഫ്രഷ് ന്യൂസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, ഞാൻ ഇസ്തിഹാസയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെളിവുകള് ഞങ്ങൾക്ക് പറയാനുണ്ട്. അതിൽ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാനുള്ള തെളിവ്, ലോകത്ത് അസഹുൽ കുത്തുബി ബഅദ കിതാബില്ല, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഏകപക്ഷീയമായിട്ട് തർക്കമില്ലാത്ത വിധം അംഗീകരിച്ച സഹീഹുൽ ബുഖാരിയുടെ മുസന്നിഫായ മഹാനായ ഇമാം ബുഖാരി തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കണം എന്നതിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കിതാബിൽ ഒരു ഭാഗം തന്നെ എഴുതി. ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാല്? അത് നിങ്ങളൊന്ന് മൈക്കെടുത്ത് പറയാം. അല്ലാതെ ലോകത്തുള്ള എല്ലാ തെളിവും നമുക്ക് ഇപ്പൊ ചർച്ചയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ശിർക്കിനെതിരെ പോരാടിയ മഹാൻ, തൗഹീദിന് വേണ്ടി പോരാടിയ മഹാൻ. ആ തൗഹീദിന് വേണ്ടി പോരാടി ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഏറ്റവും അധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത സ്വഹീഹുൽ ബുഖാരിയുടെ ഉപജ്ഞാതാവായ മുസന്നിഫായ മഹാനായ ഇമാം ബുഖാരി ഇസ്തിഹാസയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്വന്തം കിതാബിൽ ഒരു ബാബ് തന്നെ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമം വരുന്ന സമയത്ത് ആളുകൾ വിളിക്കണം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ഒരു ബാബ് തന്നെ കൊണ്ടുവന്നു. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ ഫ്രഷ് ന്യൂസ് മൈക്കിലേക്ക് വരൂ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ പറയാം. ഹലോ ജിഷാനെ, ഇമാം ബുഖാരി എന്താ കൊടുത്തൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ ചോദിച്ചൊരു ചോദ്യം, അതിനൊരു മറുപടി പറയും. ക്ലിപ്പൊക്കെ നിൽക്കുക, നിങ്ങളെ ക്ലിപ്പ് കളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിൽക്കട്ടെ. ക്ലിപ്പുമുള്ള കളി അതെന്താ നമുക്കറിയാം. ഞാൻ ചോദിച്ചതിന് മറുപടി ധൈര്യം ഉണ്ടെങ്കിൽ പറയും. എന്താ ഞാൻ ചോദിച്ചത്? ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ പ്രവാചകന്മാര്, അവർക്ക് മുമ്പുള്ള ആദം നബിക്ക് മുമ്പ് പിന്നെ വേറൊരു പ്രവാചകൻ ഇല്ല. അതുകൊണ്ട് പിന്നെ ആദം നബിനെ വിട്ടാണ്. ഏതെങ്കിലും പ്രവാചകന്മാരെ ബുദ്ധിമുട്ടിന്റെ വിഷമത്തിന്റെ ഘട്ടത്തില് സഹായം ഇസ്തിഹാസ ചെയ്തതിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ പറയ. തെളിവുകളെ കൊട്ടക്കണക്കിന് ഉണ്ടെന്നല്ലേ പറഞ്ഞു. ആ കൊട്ടയിൽ ഒന്നിൻ്റെ അടുത്ത് ഒന്ന് കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടേക്ക് പോകാം. ഇവിടേക്ക് ഇമാം ബുഖാരി കൊടുന്ന ആ ഹദീസും അതിലെ സനദും അതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അവർക്ക് എത്രയും ഇതൊന്ന് തീരുമാനിക്കുക. 1,24,000 അമ്പിയാക്കൾ ഇവിടെ വന്നല്ലോ. അവർ ആരെങ്കിലും അവർക്ക് മുമ്പുള്ളവരെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ടാ? അതിന് മറുപടി നിങ്ങൾ പറയില്ലെങ്കിൽ മറുപടി ഇല്ല, എന്നാൽ നമുക്ക് ഇപ്പുറത്തേക്ക് കിടക്കാം. നമുക്ക് ന്യൂസിനിപ്പം വിഷമം മൂപ്പര് എഴുതിക്കൊണ്ടാകുന്ന കടലാസ് അനുസരിച്ച് ഞാൻ ചർച്ച കൊണ്ടുപോയില്ല എന്നുള്ള വിഷമാണ് അല്ലേ ഫ്രഷ് ന്യൂസേ? നിങ്ങൾ എഴുതിക്കൊണ്ടുവന്ന കടലാസ് അനുസരിച്ച് ഞാൻ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളതാണ് നിങ്ങളെ പ്രയാസം. അപ്പൊ നിങ്ങൾ അംഗീകരിക്കാത്ത പണ്ഡിതനാണോ ഇമാം ബുഖാരി? നമുക്ക് ഓരോന്ന് തീർത്തിട്ട് പോവാം. നമ്മള് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമ്മള് ആദ്യം നമ്മുടെ ഉള്ളില് നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാം.
എന്നിട്ടല്ലേ ആദം നബിയിലേക്കും നൂഹ് നബിയിലേക്കും അതുപോലെ തന്നെ പിന്നെ ഈസാ നബിയിലേക്കും ഇബ്രാഹിം നബിയിലേക്കും പിന്നെ യാക്കൂബ് നബിയിലേക്കും ഒക്കെ പോവല്ലേ? നമുക്ക് പോവാം, എല്ലാ നബിമാരിലേക്കും പോവാം, ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യം ഇവിടെ വിഷയ സംബന്ധമായിട്ട് ആദ്യം തന്നെ മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിക്കുന്ന മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു വിഷയം കൊണ്ടുവന്നു. അതിനെപ്പറ്റി സംസാരിക്കാൻ താങ്കൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പണിയുണ്ട്. ആ വിഷയത്തിൽ സംസാരിക്കാൻ ഞാൻ പ്രാപ്തനല്ല, എനിക്ക് ആ വിഷയം അറിയില്ല എന്ന് താങ്കൾ പറഞ്ഞോളൂ. നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഞാനൊരു വിഷയം ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം, ഞാൻ വേറെ ഏതോ വിഷയമല്ല സംസാരിച്ചത്, നിങ്ങൾ ഇസ്തിഗാസയെ സംബന്ധിച്ച വിഷയമാണ് ഇവിടെ ക്ലാസ് റൂമിൽ കൊണ്ടുവന്നത്. അതേ വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത്. അല്ലാതെ നിങ്ങളിപ്പോ ഇസ്തിഗാസയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഞാൻ സ്ത്രീ പള്ളി പ്രവേശോ അല്ലെങ്കിൽ ഞാൻ പിന്നെ റുഖിയ ശറയ്യയോ അല്ലെങ്കിൽ തറാവീഹോ ഒന്നുമല്ല കൊണ്ടുവന്നത്. ഞാനും ഇവിടെ സംസാരിച്ച സമയത്ത് ഇസ്തിഗാസയെ മഹാനായ ഇമാം ബുഖാരി ഏത് നിലക്ക് പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം എന്ന് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ന് പ്രതികരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങൾ കൊണ്ടുവന്ന റെഡിമെയ്ഡ് നോട്ട്സ്, ആ ഭാഗത്തിലുള്ള പ്രമാണങ്ങൾ നിങ്ങളെ കയ്യിലില്ല, ആ ഭാഗത്തുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ താങ്കൾ പ്രാപ്തനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണെന്ന് നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മൈക്കെടുത്ത് പറയാം. അതിന്റെ ഇടയ്ക്ക് അബ്രജി മൈക്കിലേക്ക് വന്നിട്ടുണ്ട്. അബ്രജി ഒന്ന് മൈക്കെടുത്തോളൂ, എന്നിട്ട് പ്രശ്നസ് മൈക്കിലേക്ക് വരിക. ഞാൻ മൈക്ക് വിടുന്നു. ഫ്രഷ് ന്യൂസ്. എന്തായാലും ജിഷാൻ ഒരു കാര്യം പറഞ്ഞതല്ലോ, അതായത് ഇപ്പൊ നിങ്ങളുടെ വാദപ്രകാരം എന്തായാലും ഖുർആന്റെ ശേഷം മുസ്ലിം ലോകം അപ്രമാണമായി അംഗീകരിക്കുന്ന ബുഖാരി എഴുതിയിട്ടുള്ള പിന്നെ ബുഖാരി ഇമാമ്, അദ്ദേഹം എന്തായാലും ഒരു ശിർക്കൻ വാദം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ മറ്റു ഗ്രന്ഥങ്ങളിൽ എഴുതുമെന്ന് നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ആ വിഷയം ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ, അതായത് ബുഖാരി ഇമാമിന് നിങ്ങളുടെ വിശ്വാസം വാദമായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഉള്ള സുന്നികളുടെ വാദം അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്ത് അധികം വേണ്ട. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ജിഷാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആയത്ത് പറഞ്ഞു തരും, ആയത്ത് ഇതിനുള്ള തെളിവ് എന്തായാലും പറഞ്ഞു തരും. കുറച്ച് സമയമല്ല അതിൽ വേണ്ടി ചെലവഴിക്കേണ്ടതല്ലോ, വാശി പിടിച്ച സമയം കളയരുത്. ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളൊന്ന് പ്രതികരിക്കണം. ബുഖാരി ഇമാമ് ഈ വിഷയത്തിൽ സുന്നികളുടെ കൂടെയാണോ അതല്ല വഹാബികളുടെ കൂടെയാണോ? മൈക്ക് വിട്ടു, അതിനെന്തായാലും പ്രതികരിക്കണം. ജിഷാൻ അതാണ് ചോദിച്ചത്. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ഫ്രഷ് ന്യൂസ് DC ആയതാവും, കാരണം അദ്ദേഹം അങ്ങനെ പോകണ ആളൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വരും. ഓടി ഒന്നും പറയരുത്, പബ്ലിക്കിൽ അങ്ങനെ അടിക്കണ്ട. കാരണം എന്താ പറയാ, അദ്ദേഹം ഇവിടെ അതെ ഒരുപാട് സമയം ചർച്ച ചെയ്യാറുള്ള ആൾ, പലപ്പോഴും പിന്നെ വളരെ മാന്യമായ രീതിയിൽ തന്നെ വഹാബി എന്നുള്ള രീതിയിൽ പറയാണ്, മാന്യമായി തന്നെ സംസാരിക്കുകയും കുറച്ച് ഇബാറത്തോലും പണ്ഡിത ഉദ്ധരണികളൊക്കെ പറയുന്ന ആളും കൂടിയാണ് അദ്ദേഹം. വന്നിട്ടുണ്ട്. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും. ഹലോ, ഇവിടെ ഞാനാണ് നിങ്ങളോട് ചോദ്യം ചോദിച്ചത്, അത് നിങ്ങൾ എന്നോട് എന്താ? എന്റെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ആ മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ഈ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോ ഇമാം ബുഖാരിയുടെ, ഞാനതിന് മറുപടി പറയാം. എന്തിന്റെ ഒരു മാന്യതയുള്ളൂ. ഞാനല്ല ആദ്യം നിങ്ങളോട് ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് മറുപടി തായോ, എന്നിട്ട് പറയും. ഈ ചോദ്യത്തിന് മറുപടി എന്നോട് പറയുന്നത് പറയും. അതാണ് മാന്യത. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞാൽ ഇസ്ലാം പറഞ്ഞതിന് മറുപടി ഞാൻ തരാം. പക്ഷെ ഞാനാണ് ആദ്യം ചോദിച്ചത്, അതിന് മറുപടി പറഞ്ഞു, എന്നിട്ട് ഇതിന് ഞാൻ മറുപടി പറയാം. ഓക്കെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ്. ആ സ്വഹാബത്തിനെ പറ്റി പരിശുദ്ധ ഖുർആൻ എന്ത് പഠിപ്പിച്ചു? ഫ്രഷ് ന്യൂസ് കേട്ടോ. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. തർക്കമില്ലല്ലോ. അള്ളയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹു
തൃപ്തിപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്ത സ്വഹാബത്തുൽ കിറാം, ആ സ്വഹാബത്തിൽപ്പെട്ട പ്രമുഖനായ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പ്രയാസം, ശാരീരികമായ ഒരു പ്രയാസം വന്ന സമയത്ത് അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയ സംഭവം അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഇനി വരുന്ന ജനങ്ങൾക്ക് അതൊരു മാതൃകയാകണം എന്നുള്ളതിന് വേണ്ടി, ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി, ഒരാൾക്ക് കാലിന് പ്രയാസം അനുഭവപ്പെട്ടാൽ അദ്ദേഹം വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കേണ്ടതിനുള്ള അധ്യായം എന്ന് പഠിപ്പിച്ചുകൊണ്ട് മഹാനായ തൗഹീദിനു വേണ്ടി പോരാളി, അതുപോലെ തന്നെ ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം ബുഖാരി സ്വന്തം കിതാബിൽ ഒരു അധ്യായം തന്നെ നിർണയിച്ചുകൊണ്ട് ഇസ്തിഗാസയെ പ്രോത്സാഹിപ്പിക്കുന്ന തെളിവാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. അല്ലാതെ മുജാഹിദിന്റെ മൗലവിമാർ പറയുന്നത് പോലെ അയ്യത്തിരിയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ജിഷാനങ്ങൾക്ക് പയർ അഞ്ഞായി എന്നുള്ള മറുപടി ഉള്ള തന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് തന്നെയാണ് ഞാനിവിടെ മറുപടി തന്നിട്ടുള്ളത്. അത് ഞാൻ ആദ്യം പരോക്ഷമായി സൂചിപ്പിച്ചു. പക്ഷെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനോ അത് ഗ്രഹിക്കാനോ നിങ്ങൾക്ക് വളരെ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് അതിന് കഴിവുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയുന്നു, സ്വഹാബത്ത് അത് അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരുപോലെ അംഗീകരിച്ച, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഒരുപോലെ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സ്വഹാബത്തുൽ കിറാം, ആ സ്വഹാബത്തിൽ പ്രമുഖനായ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച സംഭവം അത് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അതിന് ആ ഭാഗത്തിന് ഒരു അധ്യായം നിർണയിച്ചുകൊണ്ട് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ബാബുമായ കാലിനൊരാൾ കോച്ചിൽ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടി ഇമാം ബുഖാരി കൊണ്ടുവന്ന അധ്യായം 1. ഇനി അതേ വിഷയത്തിൽ തന്നെ തെളിവ് പിടിച്ചോ അൽ അദ്കാർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകൾ, കൊണ്ടുവരേണ്ട ദിക്റുകൾ എന്താണെന്ന് പഠിപ്പിക്കുന്ന കിതാബിൽ മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് ഞാൻ ഇപ്പോൾ ഉദ്ധരിച്ച ഇതേ വിഷയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസത്തിൽ വിളിക്കണം എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് തന്റെ അൽ അദ്കാർ എന്ന് പറയുന്ന വിശ്വപ്രശസ്തമായ ഗ്രന്ഥത്തിൽ ഇതേ വിഷയം എടുത്തുദ്ധരിക്കുന്നു. കഴിഞ്ഞില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളായ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ അൽ കലിമു ത്വയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹവും ഇതേ വിഷയം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഷൗക്കാനിയെ പോലുള്ള മുജാഹിദിന്റെ നേതാക്കന്മാർ അവരും പഠിപ്പിക്കുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ വിഷയം ഒറ്റപ്പെട്ട ഒരു വിഷയമല്ല. ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെയും ഈ വിഷയം ചർച്ച ചെയ്യുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇക്കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണോ സുഹൃത്തെ ഫ്രഷ് ന്യൂസ് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചത്? സമൂഹത്തെ ഒന്ന് ചർച്ച ചെയ്യട്ടെ, ആളുകൾ അറിയട്ടെ. അതുകൊണ്ട് ഫ്രഷ് ന്യൂസ് മൈക്കിലേക്ക് വന്നോളൂ. അതിന്റെ ഇടയ്ക്ക് പയ്യോളി ഉസ്താദ് കൊണ്ട് ഇൻഷാ അല്ലാഹ് പയ്യോളി ഉസ്താദ് മൈക്കിലേക്ക് വന്നതിന് ശേഷം ഫ്രഷ് ന്യൂസ് മൈക്കിലേക്ക് വരണമെന്ന് അറിയിക്കാണ്. ഇപ്പൊ തൽക്കാലം പയ്യോളി ഉസ്താദിലേക്ക് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഏതായാലും വിഷയം സംബന്ധമായി സംസാരിക്കുകയല്ല. ജിഷാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ കയ്യിൽ നിന്ന് മൈക്കൊന്ന് നഷ്ടപ്പെട്ടതായിട്ട് തോന്നി. ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? എൻ്റെ ശബ്ദം കേൾക്കാമോ? സുഹൃത്തുക്കളുടെ ശബ്ദം കേൾക്കാമോ? ഓക്കെ അല്ലേ? അപ്പോൾ ജിഷാൻ ഒരുപാട് രേഖകൾ കൊടുത്തു. പക്ഷെ എൻ്റെ സംശയം ജിഷാന്, ഒരാള് ശരിക്ക് ഷിർക്കാണ് എന്ന് പറയുന്നവരല്ലേ തെളിവ് തരേണ്ടത്? ഷിർക്കല്ല എന്ന് പറയുന്നവരോട് തെളിവ് ചോദിക്കുന്നതിൻ്റെ രൂപം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മുനാവറയിൽ മുസ്ബിത്തീങ്ങളാണ് രേഖ കൊണ്ടുവരേണ്ടത്. ഫ്രഷ് ന്യൂസ് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം ഷിർക്കാണ് എന്ന് വാദിക്കുന്നവരാണ് അതിന് രേഖ കൊണ്ടുവരേണ്ടത്.
അല്ലാതെ ഷിർക്കല്ല എന്ന് വാദിക്കുന്നവരോട് അതിന് ഷിർക്കല്ലാത്തതിന് രേഖയുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ തലയില്ലാത്ത ചോദ്യമല്ല ഫ്രഷ് ന്യൂസ്. അത് ഫ്രഷ് ന്യൂസ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഒരു കാര്യം ഷിർക്കാണ് എങ്കിൽ അത് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടാവണം, മിനിമം സഹാബത്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവണം. അത് ഒരു കാര്യം ഷിർക്കാണെങ്കിൽ. അപ്പൊ ഷിർക്കാണ് എന്ന് പറയുന്നവരാണ് രേഖ കൊണ്ടുവരേണ്ടത്. ഷിർക്കല്ല എന്ന് പറയുന്നവർ, നഫി അഥവാ ആ കാര്യം നിരാകരിക്കുന്നവർ, നിരാകരണ സിദ്ധാന്തമുള്ളവരല്ല തെളിവ് കൊണ്ടുവരേണ്ടത്. ആ ചോദ്യം തന്നെ എനിക്ക് തോന്നുക മുനാലറയുടെ ഒരു ബാലപാഠം അറിയാത്തത് കൊണ്ട് ഫ്രഷ് ന്യൂസിന് സംഭവിച്ചതാണോ? ഫ്രഷ് ന്യൂസിന് സംഭവിച്ചിരിക്കുന്നത് ഒരു താർക്കികമായ ഒരു പിടിപാടും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഷിർക്കാണ്, ഷിർക്കല്ല എന്ന ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ വിഷയത്തിൽ ഷിർക്കാണ് എന്ന മുസ്ബിത്തീങ്ങൾ, അത് ഷിർക്കാണ് എന്ന് വാദിക്കുന്നവർ, അവരാണ് ഖുർആനും ഹദീസും ഒക്കെ കൊണ്ടുവന്ന് രേഖയാക്കേണ്ടത്. അല്ലാതെ ഷിർക്കല്ല എന്ന് പറയുന്നവരല്ല. ഷിർക്കല്ല, എന്തുകൊണ്ട് ഷിർക്കല്ല? അതിന് ഖുർആനും ഹദീസിനും ഷിർക്കാണെന്നതിന് തെളിവില്ല, അതുകൊണ്ട് തന്നെയാണ് ഷിർക്കല്ലാതായത്. അതാണ് അതിനുള്ള രേഖ. ഖുർആനിലും ഹദീസിലും ഷിർക്കാണെന്നതിന് രേഖയില്ലാതിരിക്കലാണ് ഷിർക്കല്ല എന്നതിന്റെ രേഖ. മനസ്സിലായില്ല? എന്റെ കയ്യിൽ മൈക്കില്ല സുഹൃത്തുക്കളെ, എന്റെ കയ്യിൽ മൈക്കില്ലേ? കേൾക്കുന്നില്ലേ നിങ്ങൾ? ഉണ്ട്. ഓക്കെ. ഖുർആനിലും ഹദീസിലും ഷിർക്കാണ് എന്നതിന് രേഖയില്ല എന്നതാണ് ഷിർക്കല്ല എന്നതിന്റെ രേഖ. പിന്നെ ഷിർക്കാണെന്ന് വാദിക്കുന്നവർ അവർ കൊണ്ടുവരിക എന്തിന്? ഖുർആനിലും ഹദീസിലും രേഖയുണ്ട് മൊയ്ലിയാരെ, ഇത് ഷിർക്കാണെന്നതിന് രേഖയുണ്ട്. എന്നാ പിന്നെ ഷിർക്കായി. ഇനി ഷിർക്കാണെന്ന് രേഖ കൊണ്ടുവരാൻ കഴിയാത്ത കാലത്തോളം അത് ഷിർക്കല്ല എന്നതാണ് നിയമം. ഇതിന് പിന്നെന്താ തെളിവ് വേണ്ടേ? തരികിട നിർത്തുന്നു. മാഷാ അല്ലാഹ്. ഇത് ഞാൻ പറഞ്ഞത് അസുലാണ്, ഈ ഒരു വിഷയത്തിലുള്ള അസുലാണ്. ഉസൂലുൽ ഖാഇദ വളരെ വ്യക്തമാണ്. ഒരു വിഷയം അനുവദനീയമാവാനുള്ള മിനിമം എന്തു മതി? ആ വിഷയം ഖുർആനും ഹദീസും നിരാകരിക്കാതിരിക്കലാണ് വേണ്ടത്. എന്നാൽ ആ വിഷയം അനുവദനീയമായിരിക്കും. നാലാലൊരു നിയമത്തിന്റെ പഴുതില്ലാതെ, നാലാലൊരു നിയമം കൊണ്ട് ആ വിഷയം ഇത് കിതാബ്, ഇത് മര്യാദക്ക് കിതാബോധി പഠിക്കാത്തതാണ്. ബെസ്റ്റാണ്. ഇഷ്ടം പോലെ രേഖകളുണ്ട് ഫ്രഷ് ന്യൂസ്, അതല്ല പറഞ്ഞു. പക്ഷെ രേഖയെ പറയേണ്ടതില്ല എന്നാണ്. കാരണം ഷിർക്കാണ് എന്നതിനുള്ള രേഖ അതില്ലാതിരിക്കൽ തന്നെയാണ് ഷിർക്കല്ല എന്നതിന്റെ രേഖ. അതാണ് ഏറ്റവും നല്ലൊരു തെളിവ്. തെളിവിലേക്കൊന്നും കടക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്നിട്ടും ജിഷാൻ തന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. ആയിക്കോട്ടെ, ജസാക്കുമുള്ള. പക്ഷെ അവരജ ഞാൻ പറഞ്ഞെന്താറിയോ, ഈ വിഷയം തുടങ്ങി വിഷയം ഒക്കെ വിഷയം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ആ വിഷയം കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ ചോദിക്കുന്ന വിഷയമല്ലോ അർത്ഥമായ ചോദ്യമാണ്, ഒരർത്ഥമില്ലാത്ത ചോദ്യമാണ് ജിഷാനോട് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ടും ജിഷാൻ അതിന് നിങ്ങൾക്ക് രേഖ തന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങൾക്കൊരു സമാധാനം, ഞാൻ എന്നറ്റം രേഖയുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് ഫ്രഷ് ന്യൂസ് മൈക്കെടുത്തോളൂ. ജിഷാൻ തന്നെ തുടരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ, ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഹലോ, നിങ്ങളിങ്ങനെ ആളുമാരായിട്ട് കളിക്കല്ലേ? ആളുമാർ കുഴപ്പമില്ല, ഒരു ടൈം തരുക. നിങ്ങൾ എനിക്കൊരു 1/2 മിനിറ്റ് എന്നിട്ട് ഇങ്ങനെ ഒരു കവലപ്രസംഗം നടത്തുക, അത് ശരിയാവില്ല. ഒരു ടൈം വെക്ക്. എന്നിട്ട് ആൺകുട്ടികളെ പോലെ ചോദിച്ചതിന് ഇവിടെ ഞാൻ ചെറുക്കും കുട്ടികളുടെ ചോദിച്ചത്, ഞാൻ ചോദിച്ചത് ആദമിന്റെ മുതൽ മുഹമ്മദിന്റെ ഏതെങ്കിലും പ്രവാചകന്മാർ അവർക്ക് മുൻപുള്ളവരോട് സഹായം ചോദിച്ചിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. ആ ചോദ്യത്തിനാണ് മറുപടി തരേണ്ടത്. അതിന് തയ്യാറുള്ള ചങ്കൂറ്റുള്ള ആൺകുട്ടികളുടെ അതിന് മറുപടി തയ്യാറ്. എന്നിട്ട് മറ്റുള്ളവരും ചോദിച്ചാൽ മതി. ഇവിടെ ചെറുക്കണ്ട ഗുരുണ്ടെന്നൊന്നും ചോദിച്ചിട്ടില്ല. ഈ ചോദ്യത്തിനാണ് നിങ്ങൾക്ക് മറുപടി തരേണ്ടത്. ഇത് നിങ്ങൾക്ക് കഴിയുമെന്ന് പറയും. വേറെ ഉരുട്ടി പറ്റൊന്നും പറയണ്ട. ആരെടുത്താലും മതി, പയ്യോളിയാലും വേണ്ടില്ല, കോട്ടൂരാലും വേണ്ട, ആരും. ജിഷാനെ മൈക്കെടുത്തോളൂ. ജിഷാൻ മൈക്കെടുത്തോളൂ. ജിഷാനില്ലേ?
ജിഷാൻ റബി ജിഷാൻ മാഷാ അല്ലാ, ജിഷാൻ തന്നെ മൈക്ക് എടുക്കും. സഹോദര പ്രശ്നൂസേ, ഇവിടെ ആളാരായാലും തെളിവുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ പരാമർശിച്ച തെളിവുകളെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. ഇപ്പോ ഇസ്തിഹാസയെ സംബന്ധിച്ച് അങ്ങനെയുണ്ടോ? ആദം നബിന്റെ കാലത്ത് നടന്നൊരു സംഭവം തെളിവിന് കിട്ടിയാലേ അത് ഇസ്ലാമിൽ പ്രമാണമാവും എന്നുള്ള വാദം താങ്കൾക്കുണ്ടോ? എന്നാ പിന്നെ കുറച്ച് ചോദ്യങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് അതേതായാലും കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി പറയാണ്, മഹാനായ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെയും ആദം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷവും ഏകദേശം ഹിജ്റ 700ഓളം വർഷം, ഹിജ്റ 700 വരെ, 7-ാം നൂറ്റാണ്ട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നതിൽ ലോകത്ത് ഒരാൾക്കും തർക്കമില്ലാന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോ ആദം നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമ്മള് ആദ്യം കുന്തു ഉമ്മത്തുൻ ഉഖ്രിജത്തിൽ ഇന്നാസ്, ഏറ്റവും ഖൈറായ ഉമ്മത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് ആണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാനിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിൽ നിന്ന് പ്രമുഖനായ ഒരു സഹാബി നടത്തി ഇസ്തിഗാസിയെ പണ്ഡിതന്മാരെടുത്ത് വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാർ അത് ന്യായീകരിക്കുകയും അവരുടെ ഗ്രന്ഥങ്ങളിൽ അതെടുത്ത് ഉദ്ധരിക്കുക മാത്രമല്ല, ഇനി വരുന്ന സമൂഹത്തിന് പ്രോത്സാഹനമാകണം എന്നുള്ള നിലയ്ക്ക് ഇനി ഭാവിയിൽ വരുന്ന ആളുകൾ കാലിന് പ്രയാസം അനുഭവപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത്തരം അവസ്ഥയിൽ എന്ത് ചെയ്യണം, എന്ത് ചൊല്ലണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ ഇമാം ബുഖാരി തങ്ങൾ സ്വന്തം കിതാബിൽ എഴുതിയ കാര്യമാണ് താങ്കൾ ഞാൻ കേൾപ്പിച്ചത്. അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചൂടെ സഹോദര? അല്ലെങ്കിൽ പറയാം, ഞാൻ എഴുതി കൊണ്ടുവന്ന നോട്ടിൽ നിങ്ങളിപ്പം പറഞ്ഞ മറുപടി കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന നോട്ടിന് അനുസൃതമായിട്ട് നിങ്ങളൊന്ന് സംസാരിക്കൂ ജിഷാനെ നിങ്ങൾ ചോദിച്ചോ, നമുക്ക് ചർച്ച മാറ്റിക്കൊണ്ടുപോകാം. അല്ലാതെ ഇസ്തിഹാസക്കുള്ള തെളിവ് തന്നെ ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട സംസാരം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയം ഞാനിപ്പോ 2-3 പണ്ഡിതന്മാരെ പ്രതിപാദിച്ചു. മഹാനായ ഇമാം ബുഖാരി തങ്ങള്, അതുപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ല, അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇവരെ 3 ആളെയും ഞാൻ ഉദ്ധരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നു, ഇമാം ബുഖാരി പഠിപ്പിച്ച ഈ ഒരു ആശയം അതിനെന്താണ് കുഴപ്പം? അതിന് ശിർക്കുണ്ടോ? അതൊക്കെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങൾ മൈക്ക് എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവന്ന റെഡിമെയ്ഡ് ചോദ്യം വായിക്കുകയല്ല. അതുകൊണ്ട് ഫ്രഷ് ന്യൂസ് ഈ വിഷയ സംബന്ധമായിട്ട് തന്നെ ചർച്ചയിലേക്ക് ഇറങ്ങി വരണം എന്നറിയിക്കാം. പൊന്നു മോനെ, ജീവിതത്തിൽ കഴിയില്ല ഈ ചോദ്യത്തിന് മറുപടി തരാൻ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് സാധ്യത. ഞാൻ എന്റെ ചോദ്യത്തിന് ഒരിക്കലും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. ഞാൻ എന്താ ചോദിച്ചത്, മുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും പ്രവാചകന്മാർ അവർക്ക് മുമ്പുള്ളവരെ വിളിച്ച് സഹായം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറയുക, അതാണ് തന്റെ ആണത്വം. കുറെ ടിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, എന്താ ഇതിനൊന്നും മറുപടി പറയാത്തത്? ഇതിനിപ്പോ ഏതൊന്നും വിളിക്കണ്ട, ഇതിനെപ്പോട്ട് സാധാരണ മുജാഹിദ് പ്രവർത്തകർ മതി. മറുപടി നിങ്ങൾ പറയും, എന്നിട്ട് കറക്റ്റ് ഈ ഇമാം ബുഖാരിയുടെ ഈ ഹദീസ് അതിന്റെ സനദൊക്കെ പറഞ്ഞണ്ടല്ല, അത് കൂട്ടന്നെ പോകും. എവിടുക്ക പോകുക എന്നുള്ളത് അതിന്റെ തെളിവിന്റെ കടുപ്പൊക്കെ ആ സനത്തൊക്കെ വായിപ്പിക്കാനാണ് ഞാൻ. അതിനിത് പറയും, എന്നിട്ട് പറയപ്പിക്ക ഇമാം ബുഖാരിയുടെ അദബുൽ മുഫറദിലുള്ള സനദുണ്ടല്ലോ, മുഹമ്മദ് എന്ന് പറഞ്ഞതുണ്ടല്ല, അതിൽ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ നമുക്ക് പറയാ, അതിന് സമയമുണ്ട്, വിഷമിക്കണ്ട. ഇതിന് മറുപടി പറയില്ല. ഇത് നമ്മുടെ ഒമാനിൽ മിഞ്ഞാൻ നടന്ന സംഭവത്തിൽ ബഹുമാനപ്പെട്ട നൗഷാദ് അസീർ പറഞ്ഞിരുന്നു, എന്താ മൗലവിമാർ പോയത്തത്, ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സക്കാത്ത വഹും റാക്കിഊൻ എന്നുള്ള ആയത്ത് ഓതിയാൽ സാധാരണ മൗലവിമാർ ചോദിക്കും, അതിന്റെ അവതരണ പശ്ചാത്തലം പറയൂ മുസ്ലിയാരിയൻ. അതിങ്ങനെ അസിനെ അന്ന് പറഞ്ഞിരുന്നു, എന്താ മൗലവിമാർ ആ വിഡിത്തം ചോദിക്കാത്തത് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, ഇയാൾ സനദ് എന്താ പഠിച്ചോനെ പറയാത്തെ? സനദ് വയ്യുസ്താ കേട്ടില്ലേ? ഇയാള് സനദിനെ പറ്റി എന്താന്ന് പറയാത്തതെന്ന് ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. സഹോദര, നിങ്ങൾ ഇങ്ങനത്തെ പോയത്തെ പറയുന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഹദീസിന്റെ സനദിനല്ല ഞാൻ ഊന്നൽ നൽകിയിട്ടുള്ളത്.
നിങ്ങളെപ്പോലുള്ള മരമണ്ടത്വം പറയുന്ന ആളുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തർക്കത്തിന് അവകാശമില്ല. ലോകത്ത് തൗഹീദ് പഠിപ്പിച്ച പണ്ഡിതൻ കൊണ്ടുവന്ന ബാബാണ് എനിക്ക് തെളിവ്. മഹാനായ ഇമാം ബുഖാരിയുടെ ബാബാണ് എനിക്ക് തെളിവ്. എന്താണെന്ന് പറയാനുള്ളത്? ഫ്രഷ് ന്യൂസ് അല്ല. ഇനി സാക്ഷാൽ ഉമർ മൗലവി ഖബറിന്ന് എഴുന്നേറ്റ് വന്നാലും ആ വിഷയത്തിൽ ഒന്ന് ആൺകുട്ടികളുടെ കൊണ്ടുവാ. ഇമാം ബുഖാരി തങ്ങളാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് സകല ഫ്രഷ് ന്യൂസിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിച്ച ആ ഒരു ഹദീസിനെ സംബന്ധിച്ച് തർക്കത്തിന് അവകാശമില്ലാത്ത വിധം അതിന്റെ സനദിലേക്കൊക്കെ നോക്കുന്നത് മൂഢന്മാരായിരിക്കും. ഹദീസിനെ പറ്റി അല്ലാതെ നാം പിന്നെ നിറയുന്നത്. അതിനൊക്കെ പുറമെ തന്നെ ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ബാബ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ പ്രയാസം വന്നാൽ വിളിച്ചു പറയേണ്ടതിലുള്ള അധ്യായം. അപ്പൊ വിളിച്ചു പറയണം എന്ന് പഠിപ്പിച്ച മഹാനാണ് ഇമാം ബുഖാരി. ബാബിന് സനദുണ്ടോ? ഫ്രഷ് ന്യൂസ് ഒരു പണ്ഡിതൻ, ലോകപ്രശസ്തനായ, ലോകം അംഗീകരിക്കുന്ന, ലോകത്ത് തർക്കിക്കാൻ വകുപ്പില്ലാത്ത ഒരു പണ്ഡിതൻ കൊണ്ടുവന്ന ഒരു അധ്യായത്തിന് സനദ് ചോദിക്കുന്ന നിങ്ങളോട് എനിക്ക് സഹതാപം എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് ശരിക്കും മറുപടി കേട്ടതിന് ശേഷം നിങ്ങളുടെ കുറിപ്പ് എടുത്ത് മറിക്കുന്നതിന് പകരം നിങ്ങൾ ബേജാറാവല്ലേ? എന്തിനിത്ര ടെൻഷൻ അടിക്കുന്നത്? അതുകൊണ്ട് മുടി മുറിക്കാൻ പോകാൻ തിരക്കുള്ള ആളുകളൊക്കെ ബാർബർ ഷോപ്പ് രാവിലെ തുറക്കുമെന്ന് അറിയിക്കാനും അവരിങ്ങനെ കിടന്ന് പിടക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് അത്തരം ആളുകളെ പ്രത്യേകം അറിയിക്കാം. കുറെ ആൾക്ക് PM വേറെ പല ഡൗട്ടുകളുണ്ട്, അവരോട് പറഞ്ഞതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഫ്രഷ് ന്യൂസ് ഒരു കാര്യം, നട്ടപ്പായരൊക്കെ എന്റെ മുടി മുറിച്ചു തരുമെന്നുള്ള സംശയമാണ് പലർക്കും. അയാൾ വെളുത്താൻ മുറിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ വിഷയം ഫ്രഷ് ന്യൂസിനോട് പറയുന്നു. ഞാനിവിടെ ഉദ്ധരിച്ച തെളിവ് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയ ഇസ്തിഗാസയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അത് തൗഹീദിന്റെ അൽ തൗഹീദാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇമാം ബുഖാരി കൊണ്ടുവന്ന ബാബാണ് എനിക്ക് തെളിവ്. എന്റെ ചോദ്യം, ഇമാം ബുഖാരി കൊണ്ടുവന്ന ഈ ബാബ് അത് തൗഹീദിനെ പ്രോത്സാഹിപ്പിക്കുന്ന ബാബാണോ അതല്ല ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ബാബാണോ? മറുപടി പറയൂ. അങ്ങനെയാണല്ലോ, മറുപടി പറയണം. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായി. ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് നബി വരെയുള്ള ഒരാളുകളും ചെയ്യാത്തൊരു സംഭവമാണ് നിങ്ങളീ കൊണ്ടിറക്കുന്ന ഇസ്തിഹാസ എന്ന് മനസ്സിലായി. ഓക്കെ, അത് പറഞ്ഞിട്ട് കൂടെ ചങ്ങായി ഇങ്ങനെ കിടന്നിട്ട് അതിന് അരി നോക്കുമ്പോ ചോറൊന്നും മറ്റൊന്നൊക്കെ പറയണ, ചോദിച്ച് അതിന് മറുപടി പറയാ. അതാണ് വേണ്ടത്. ഞാൻ ചോദിച്ചത് ഇതാ മറുപടി ആയിരുന്നു. ഞാൻ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചതിന് മറുപടി ആ മറുപടി തരിക. പിന്നെ ഈ ഇമാം ബുഖാരി എന്താ ഉദ്ധരിച്ചത്? ആ അസറില് മുഹമ്മദ് നബിയെ സഹായിക്കുന്നുണ്ട. എന്റെ അമ്മോ ഇപ്പൊ പെട്ടെന്ന് ഒരു വയറുവേദന എന്റെ അമ്മോ എന്ന് വിളിക്കും, ഇതിൽ വേറെ വിളിക്കും എന്നുപോലത്തെ വിളി മാത്രമായിട്ടുള്ളൂ. അല്ലാതെ എന്നെ സഹായിക്കണേ എന്നുള്ള ദൂരമൊന്നും ഇല്ല. ആളുകൾ എന്തിനാണ് പൊട്ടന്മാരാക്കി? ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. ഞാൻ ചോദിച്ചത് ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള ആളുകളിൽ ഏത് പ്രവാചകനാണ് അവർക്ക് മുമ്പുള്ളവരെ വിളിച്ച് സഹായം തേടിയതെന്നാ ചോദിച്ചത്. അത് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് വരെ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. എന്നിട്ട് കിടക്കാൻ നമുക്ക് ഇമാം ബുഖാരിയുടെ ഇതിലേക്ക്. ഓക്കെ, ഇപ്പൊ ശബ്ദമൊന്നും താണല്ലോ പ്രശ്നിച്ച് എന്ത് പറ്റി? ഏതായാലും ശബ്ദമൊന്നും താണില്ല. നിങ്ങളെ നേരത്തെയുള്ള വീറും വാശിയൊന്നും പോലെ അല്ല. അതെന്ത് അപ്പൊ ഒരു കാര്യം ഇപ്പൊ തീരുമാനിച്ചോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രോഗം വന്നാൽ വിളിക്കാൻ പറ്റൂന്ന് ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചോ? അത് തീരുമാനിക്ക്. ഓരോന്നോരോന്ന് തീരുമാനമാകാം. സഹോദര, അത് മൂപ്പര് ഒച്ച കുറച്ചിട്ട് ആളുകൾ കേൾക്കേണ്ടെന്നുള്ള ധാരണയിലായിരിക്കും. അല്ല, അതൊരു വിഷമം വന്ന സമയത്തുള്ള വിളിയല്ലേ. മെല്ലെ ഒന്ന് പറഞ്ഞു നോക്കിയതാ. അത് കേൾക്കേണ്ട ആളൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, അപ്പൊ ഒരു കാര്യം, അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയാണ്ട് വിളിച്ചു പോയതാണെങ്കിൽ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇനിയും വിളിക്കണം, വരുന്ന സമൂഹം ഇത് മാതൃകയാക്കണം എന്നുള്ളത് കൊണ്ടല്ലേ എന്റെ പൊന്നാര ഫ്രഷ് ന്യൂസ് സഹോദര. നിങ്ങള് നിഷ്കളങ്കമായിട്ടൊന്ന് ചിന്തിച്ചേ. ലോകത്ത് തൗഹീദിന്റെ സ്ഥാപകൻ, തൗഹീദ് പ്രചാരകനായ ഇമാം ബുഖാരി സ്വന്തം കിതാബില്, വേറൊരാൾ കിതാബിലല്ല, സ്വന്തം കയ്യെഴുത്തുകൊണ്ട് സ്വന്തമായി കൊടുത്ത അധ്യായം
ബാബുമായ ഖാലിന് കോച്ചൽ അനുഭവപ്പെട്ടാൽ പ്രയാസം വന്നാൽ ഒരാൾ വിളിച്ചു പറയേണ്ടതിലുള്ള അധ്യായം. അപ്പൊ പ്രയാസം വരുന്ന ആളുകൾ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ റസൂലിനെ വിളിക്കണം. അതിന് മാതൃകയാരാണ്? മഹാനായ അബ്ദുല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതാരാണ് ഇവിടെ പിന്നെ പഠിപ്പിച്ച് പ്രചരിപ്പിച്ചത്? ഇമാം ബുഖാരി തങ്ങളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം എന്നൊരു പറയുന്നുണ്ട്, ഒരു രോഗം വന്നാൽ ഫ്രഷ് ന്യൂസ് വിളിക്കാൻ തയ്യാറുണ്ടോ? ഏതായാലും നിങ്ങൾ പറഞ്ഞല്ലോ, അതിൽ ഇസ്തിഹാസ എവിടെ എന്നുള്ളൊക്കെ ഞാൻ കൊണ്ട് ഇസ്തിഹാസ അതിൽ എവിടെ ഉണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. അത് പയ്യോളി ഉസ്താദേ, ഇയാൾക്ക് ഭാരപാടൊന്നും മനസ്സിലായില്ല. യാ മുഹമ്മദ് എന്നുള്ള വിളിയിൽ ഇസ്തിഹാസ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു അല്ലേ? നല്ല കഥ. ഇസ്തിഹാസ ഉണ്ടോ ഇല്ലെന്നല്ല നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. ഒരു കാര്യം ആദ്യം തീരുമാനിക്കൂ. അപ്പൊ യാ മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രോഗം മാറണം എന്നുള്ള ഉദ്ദേശത്തിൽ വിളിക്കാമോ? ചോദ്യം, മറുപടി പറയൂ. മൈക്കിലേക്ക് വാ. ജിഷാനെ, ഇത് ക്ലിപ്പ് ഉണ്ടാക്കലല്ല, കേട്ടില്ലേ? നേരത്തെ ചോദിക്കണം, അപ്പൊ കുറച്ച് വിഷമം ഉണ്ടാവും. ഞാൻ ചോദിച്ചതിന് ഇന്ന് ഇത്രയും നേരമായിട്ട് മറുപടി പറയാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ഒരു ഒറ്റ ചോദ്യം അരമണിക്കൂറിലേറെ ഞാൻ ചോദിക്കണം. ആ ഒരു ചോദ്യത്തിന് ഇതുവരെ മറുപടി പറയാൻ കഴിഞ്ഞില്ല. ആ ചോദിച്ചതിന് വേറെ മറുപടി തരാം. നേരത്തെ ഞാൻ ചോദിച്ചത് എന്താ? മുഹമ്മദ് ഈ 1,24,000 വരുന്ന പ്രവാചകന്മാർ ആരാണ് അവർക്ക് മുമ്പുള്ളവരെ വിളിച്ച് സഹായം തേടിയത്? അതിന് ഒരു തെളിവ് കൊട്ടക്കണക്കിനില്ലേ? കൊട്ടക്കണക്കിനുണ്ടാകുമ്പോ അതിന് ഒന്നിൻ്റെ അടുത്തിട്ട് പറഞ്ഞൂടെ? എന്ത് പറയാത്ര മടി? ഇത് ക്ലിപ്പല്ലട്ടാ. ക്ലിപ്പ് ഉണ്ടാക്കുമ്പോൾ രസമാണ് ഞാൻ വിളിച്ചോളൂ. ഇത് നേരത്തെ ചോദിക്കുന്ന മറുപടി നിങ്ങൾ കേൾക്കാൻ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രവാചകർക്ക് മുമ്പുള്ളവർ വിളിച്ച് സഹായം തരും ഒരു തെളിവ് കൊട്ടക്കണക്കിന് ഒന്നിൻ്റെ അടുത്തും പറഞ്ഞു, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഇത് രസകരല്ലേ? ഈ ഇമാം ബുഖാരിയുടെ എന്താ ഓരോ റാവികളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. അപ്പൊ കാണാൻ അതിന്റെ തെളിവിന്റെ ബലാബലം എത്ര ബലം ഉണ്ടായിരുന്നു എന്നുള്ളത്. അവിടുത്തെ അതിന് മുമ്പ് ഈ ചോദിച്ചതിനൊരു മറുപടി തായോ? ഇത് തരേണ്ട മറുപടി ഒരു വിഷമോ? ശ്രദ്ധിച്ചോ? ഇയാളെ കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവി ഞാൻ കാണുകയാണ് ഫ്രഷ് ന്യൂസ്. കാരണം അദ്ദേഹം ഞാൻ വീണ്ടും നിർബന്ധിച്ചപ്പോ യാ മുഹമ്മദിലേക്കൊന്ന് ഇറങ്ങി വന്നു, സനദിലേക്കൊന്ന് പിടിച്ചു തൂങ്ങാനുള്ള ഒരു വിഫല ശ്രമം നടത്തി. അത് ഞാൻ വേരോട് അറുത്തു. ഞാൻ ഇമാം ബുഖാരിയുടെ ബാബാണ് എനിക്ക് തെളിവ് എന്ന് പറഞ്ഞപ്പോ അബ്രജ് കഴിഞ്ഞ സംസാരത്തിൽ അദ്ദേഹം യാ മുഹമ്മദിലേക്ക് വന്നിരുന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് പിടുത്തം കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആദനബിയിലേക്ക് വീണ്ടും തുള്ളി. നിങ്ങൾ എങ്ങോട്ട് തുള്ളിയാലും, കൊഞ്ചം തുള്ളിയാലും മുട്ടോളം പിന്നെ തുള്ളിയാ ചട്ടിയിൽ നിന്ന് വളരെ പറഞ്ഞില്ലേ? അതുപോലെ ഫ്രഷ് ന്യൂസ് തുള്ളിയാല് നിങ്ങൾ ആദനബിയിലേക്കൊന്നും തുള്ളിയെത്താൻ പോകുന്നില്ല. നിങ്ങളെ ഇമാം ബുഖാരിയുടെ കിതാബ് കൊണ്ട് പിടിച്ചു കെട്ടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. എന്നിട്ടല്ല നിങ്ങൾ അങ്ങോട്ടെല്ലാം പോക്ക്. അതിന് മാത്രം നിങ്ങൾ ആയിട്ടില്ല. നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളെ പിടിച്ചു കെട്ടാൻ ഇത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബറാബറാണ് സഹോദര. നിങ്ങളെപ്പോലുള്ള വലിയ പിന്നെ പറയാണ് ഇത് ക്ലിപ്പാക്കുന്നത് പോലെയല്ല, ഇത് നേരോടെയാണ്, നേരിട്ടുള്ള സംസാരമാണ്. ക്ലിപ്പ് പിന്നെ എങ്ങനെയാക്കല്? ഞാൻ പോസ്റ്റിൽ കൊടുത്തേക്കല ക്ലിപ്പ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജിഷാൻ കയ്യിൽ നിന്ന് മൈക്ക് പോയി. ജിഷാൻ മൈക്ക് വിട്ടതാണോ? ജിഷാന്റെ കയ്യിൽ നിന്ന് മൈക്ക് പോയതാണോ? ജിഷാൻ എടുക്കാനൊന്നും പറഞ്ഞു കേട്ടില്ല ആരോടും. ഫ്രഷ് ന്യൂസിനോട് DC ആണ്. മൈക്ക് പോയതാ. ഓക്കെ, ജിഷാൻ റൈസ് ഹാൻഡ് ചെയ്തോളൂ. അല്ല, ഞാൻ പറയാനൊന്നുമില്ല. കാരണം ഫ്രഷ് ന്യൂസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാന്റെ ബാബിലാണ് രേഖ എന്നുള്ള ഇപ്പോഴും ഫ്രഷ് ന്യൂസിന് തിരിയാഞ്ഞിട്ടാണോ? മൂപ്പർ ഇപ്പോഴും ആ അസറിലേക്കാണ് പോണത്. ആ അസറല്ല സഹോദര രേഖ. ഈ അസറും കാര്യങ്ങളും ഇത്രയേറെ കിതാബുകളും അതുപോലെ തന്നെ പരിശുദ്ധമായ ഹദീസുകളും ഒക്കെ പഠിച്ചിട്ടുള്ള ഇമാം ബുഖാരി റഹിമഹുല്ല ഖിയാമത്ത് നാളോളം വരുന്ന ജനങ്ങളോട് പറയാണ്, കാലിന് കോച്ചൽ അനുഭവപ്പെട്ടാൽ എന്ത് പറയണം? ഒരാളുടെ കാലിന് ഉളുക്ക്, അതായത് കോച്ചൽ എന്ന് പറഞ്ഞാൽ ആ ഉളുക്ക് അതുപോലുള്ള കോച്ചലൊക്കെ അനുഭവപ്പെട്ടാൽ എന്താണ് പറയേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ആ അധ്യായം. അപ്പൊ മഹാനായ ഇമാം ബുഖാരി തങ്ങൾ പറയാണ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചോളീൻ.
അതാണ് ആ ബാബിന്റെ മുറാദ്. ആ ബാബ് കൊണ്ടുള്ള മഖ്സൂദ് അതാണ്. അപ്പൊ ഈ ഇമാം ബുഖാരി ഷിർക്കിന്റെ പ്രചാരകനാണോ എന്നാണ് ജിഷാൻ ചോദിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ആ അസറിലേക്ക് പോവുകയേ വേണ്ട. ബാബാണ് ചർച്ച. ആ അസർ ചർച്ചയേ അല്ല. അസറും സനദും ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ. ജിഷാൻ അതൊന്നും വായിക്കണില്ല. ജിഷാൻ പറഞ്ഞ് ആ ബാബിന്റെ പേര് മഹാനവർകൾ കൊടുത്തത് എന്താണ്? ഖിയാമത്ത് നാളി വരെയുള്ള ജനങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കാലിന് ഓച്ചൽ അനുഭവപ്പെട്ടാൽ യാ മുഹമ്മദ് എന്ന് വിളിക്കണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണത്. അതിനെക്കുറിച്ചാണ് ചോദ്യം. അപ്പൊ മൂപ്പര് പിന്നെയും ബലാബലം പരിശോധിക്കാൻ പോവുക. ബലാബലം പരിശോധിക്കാൻ അസറ് പറയണ്ട. ആദ്യം അസറ് പറയണില്ല, ചർച്ചയില്ല. ആ ബാബാണ് ചർച്ച. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് റസൂലുള്ള ചെയ്തോ ചെയ്തില്ലേ ആ വിഷയങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യണം. ജിഷാനെ ഒന്ന് പെട്ടെന്ന് വിഷയത്തിലേക്കൊന്ന് കടന്നു വന്നിട്ട് പിന്നെ ഒന്ന് മൂപ്പർക്ക് ആവൂലെങ്കിൽ ഒഴിവാക്കി കളയാ വിഷയം. കാരണം ഇതൊരു വലിയൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തോന്ന് പ്രശ്ന ന്യൂസ് നമുക്ക് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണത്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു രസകരമായ സംഭവമാണിത്. നബി തങ്ങൾ ചെയ്തോ ചെയ്തില്ലേ? ചെയ്താൽ നമുക്ക് രേഖയാണോ അല്ലേ? സഹാബത്ത് ചെയ്തോ ചെയ്തില്ലേ? ചെയ്താൽ നമുക്ക് രേഖയാണോ അല്ലേ? ഇതൊക്കെ ഒന്ന് ആധികാരികമായിട്ട് തന്നെ ആ വിഷയത്തെ സമീപിക്കണം. കാരണം ഫ്രഷ് ന്യൂസിന്റെ ഈ ചോദ്യം ഫ്രഷ് ന്യൂസിനും മറ്റുള്ളവർക്കും പഠിക്കാനൊരു ഉപകാരമാവണം. അതുകൊണ്ട് ഫ്രഷ് ന്യൂസ് ഇപ്പൊ ഈ വിഷയം ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചാൽ ജിഷാൻ പറഞ്ഞത് ആ ബാബാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു കൊടുത്തിരിക്കുന്ന, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷിർക്കിന്റെ പ്രചരണം. ആ ബാബിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ഇതാണ് ഫ്രഷ് ന്യൂസ് ജിഷാൻ ചോദിക്കുന്നത്. അതിന് ഫ്രഷ് ന്യൂസ് മറുപടി പറയണം. ഞാൻ മൈക്കോട്ടു. ഹലോ, നിങ്ങൾ ചോദിക്കുന്ന എന്ത് ചോദ്യത്തിനും ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ ഇതിലേക്ക് മറുപടി വരണം. ഞാനാണ് ആദ്യം ചോദിച്ചത്. എന്റെ ചോദ്യത്തിന് മറുപടി തരേണ്ട ഭാഗ്യം നിങ്ങൾക്കാകുന്നത്. ആ മറുപടി വന്നിട്ട് ഈ ചോദ്യം എന്നോട് ചോദിക്കുക. അപ്പൊ അതിന് മറുപടി ഞാൻ തരാം. അതാണ് ചെയ്യേണ്ടത്. അതല്ല ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ അത് വേറെ ചോദ്യം ചോദിച്ചോ, ഞാൻ മറുപടി തരും. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റോ ഇല്ലേ? യെസ് ഓർ നോ? പറ്റുമെങ്കിൽ ഒരു തെളിവ് തരിക. എന്തെങ്കിലും പറഞ്ഞ പേടി എവിടെ പോയി? നിങ്ങൾ വീറും വാശിയൊക്കെ ഇപ്പൊ പോയോ? മറ്റേ ഭയങ്കര ഉഷാറായിരുന്നു നിങ്ങൾ വെല്ലുവിളിയൊക്കെ ഇപ്പൊ ഒന്നും ഇല്ലയോ? അതാണ് ആർക്ക് എല്ലാ സാമ്പൊക്കെ പിടിച്ച് നിരത്താനൊക്കെ വലിയ ഉഷാറാണ്. എന്തെങ്കിലും തെളിവും തരത്തെ ഒരു പ്രയാസമൊക്കെ അരമണിക്കൂറായി ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് അതിന് മറുപടി തന്നില്ല. അടുത്ത സെക്കൻഡിൽ നിങ്ങളിപ്പോ ഈ ചോദിച്ച ഈ ബാബും ആ ബാബിന്റെ ഉദ്ദേശം ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പേടിക്കണ്ട, എല്ലാം കയ്യിലുണ്ട്. റെഡിമെയ്ഡ് അല്ല, ഒറിജിനാലിറ്റി തന്നെ ഉണ്ട്. അത് കൂടുതൽ കാണിച്ചെടുക്കൽ കൊടുക്കും. പക്ഷെ ഈ ചോദ്യത്തിന് മറുപടിന്റെ കാര്യം എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, മാഷാ അല്ലാഹ്. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി തരാം. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻഗാമികളോട് ചോദിച്ചിരുന്നു എന്നാ. എന്തായാലും നിങ്ങൾക്ക് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ബാബിനെ കുറിച്ച് ഒരു ചുക്കും പറയാനാവില്ല എന്ന് ഉറപ്പാ. കാരണം ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ആ ബാബ് പറഞ്ഞത് വഹാബിന്റെ നെഞ്ചത്തേക്കാ. ഒന്നും മുണ്ടാനാവൂലുള്ള കാര്യം ഉറപ്പാണ്. മുണ്ടാനാകൂല ഫ്രഷ് ന്യൂസ്. അതിനാൽ നിങ്ങൾ ഈ ഒഴിയണ് എനിക്ക് ഉറപ്പാ. എനിക്ക് നല്ല ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. കാരണം ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ആ പറഞ്ഞത് സാക്ഷാൽ സുന്നി ആയതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ ജനങ്ങളോടും കാലിന് കോച്ചൽ അനുഭവപ്പെട്ട അള്ളാന്റെ റസൂലിനെ വിളിക്കണമെന്ന് പറഞ്ഞ അധ്യായത്തിന് ബാബ് കൊടുത്തതോടുകൂടെ തന്നെ വഹാബി ആശയത്തിന് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു എന്ന ലക്ഷക്കണക്കിന് ഹദീസ് ക്രോഡീകരിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത മഹാനവർകൾ എതിരാണെന്ന് ബോധ്യപ്പെട്ടു. ഇനി നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് തന്നെ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തോ എന്നാണ് സുഹൃത്തിന്റെ ഒരു ചോദ്യം. ഫ്രഷ് ന്യൂസ് അല്ലേ? റൈറ്റ് അല്ലേ? ആണെങ്കിൽ ഒരു യെസ് തന്നോളൂ. ആ ചോദ്യം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാ. അതെ, എന്തായാലും നബി അതിൽ പെടൂലേ? നബി അടക്കം മുൻഗാമികളായ ആരെ എങ്കിലും വഫാത്തായ ഏതെങ്കിലും മഹാന്മാരെ വിളിച്ച് ആദം നബി മുതലായിക്കോട്ടെ,
നമുക്ക് ഇത്ര കിട്ടിയാൽ മതിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുൻഗാമികളായ ഏതെങ്കിലും വഫാത്തായ മഹാന്മാരെ വിളിച്ച് സഹായം തേടിയതിന് രേഖയുണ്ടോന്നാണ് അല്ലേ ഫ്രഷ് ന്യൂസിന്റെ ചോദ്യം. ചോദ്യത്തിന്റെ കാതലായ വശം അതല്ലിപ്പോ, കാതലായ വശം അതല്ലേ, ആണോ അല്ലേ? സഹോദരൻ ഇതൊന്ന് പറയ്. ആണ് കാതലായ വശം. അപ്പൊ സ്വാഭാവികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ട നമുക്ക് സ്വീകരിക്കാം, നമുക്കത് ചെയ്യാമോ? നബി അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക, ഏത് വഫാത്തായ അത് നിങ്ങൾ ചെയ്യുമോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ കയ്യിൽ നിന്ന് മൈക്ക് പോണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുള്ള ഒരു വിഷയം സഹീഹായ ഹദീസ് കൊണ്ട് തീരുമാനപ്പെടുത്തിയാൽ അത് ഫ്രഷ് ന്യൂസിന് ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ പറ്റുമോ? നബി അത് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ സഹീഹായ ഹദീസ് കൊണ്ട് ബോധ്യപ്പെടുകയാണ് നബി ആ കാര്യം ചെയ്തു. അങ്ങനെ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ഫ്രഷ് ന്യൂസ് നിങ്ങൾക്ക് അത് ചെയ്യാൻ രേഖയാക്കാമോ? മൈക്കെടുക്ക്. എന്നാലല്ലേ ഇത് തന്നാലും സ്വാഭാവികമായിട്ട് ഈ ഒരു തെളിവ് ഞാൻ തന്നാൽ അത് നബിന്റെ ഹുസൂസിയത്താണെന്ന് പറഞ്ഞ് തള്ളരുത് വെച്ചിട്ടാ. ഞാനിപ്പോ ഒരു രേഖ തന്നു, നബി മുമ്പുള്ള ആളുകളെ വിളിച്ച് സഹായം തേടിയതിന് രേഖ തന്നു. അതെ, അത് വാദകല്ല. കാരണം അത് നബിയുടെ ഹുസൂസിയത്താണ്. നബിന്റെ പിന്നെ എന്തു പറയും, സ്വാഭാവികമായിട്ടും അത് മുഅ്ജിസത്ത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവായിക്കളയും. നബി ചെയ്തു എന്ന് ഉറപ്പുള്ള സഹീഹായ ഹദീസ് കൊണ്ട് ഞാനൊരു കാര്യം നബി ചെയ്തു എന്ന് ഉറപ്പായി ഞാൻ തെളിയിച്ചു തന്നാൽ അത് ഫ്രഷ് ന്യൂസിന് ചെയ്യാൻ രേഖയാകുമോ? അത് രേഖയാണെന്ന് വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശരിക്കും ശ്രദ്ധിക്കണം. അത് രേഖയാണെന്ന് വന്നാലേ ഈ തെളിവ് തേടി നിർത്തിയെന്ന് അർത്ഥമുള്ളൂ. അത് രേഖയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒന്നും കൂടി ഞാൻ നിങ്ങളോട് ചോദ്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം ചെയ്തു എന്ന് 100% സഹീഹായ ഹദീസ് കൊണ്ട് രേഖയായാൽ ആ കാര്യം ഫ്രഷ് ന്യൂസിന് ചെയ്യാൻ രേഖയാണോ എന്ന് മൈക്കെടുത്തിട്ട് ഫ്രഷ് ന്യൂസ് പറഞ്ഞോളൂ. ഇൻഷാ അല്ലാഹ് അതിന്റെ മുമ്പ് ജിഷാൻ എന്ന് മൈക്കെടുക്കും, അതിനുശേഷം വിഷയത്തിലേക്ക് വന്നോളൂ. എന്തായാലും നിങ്ങൾക്ക് ഇമാം ബുഖാരിയുടെ ബാബു തൊടാനൊന്നും ആവൂല. ജിഷാൻ നിങ്ങളെ കൊഴുതൊക്കെ പിടിച്ചിട്ടുണ്ട്, അതിന് പിന്നെ വെറുതെ ചർച്ച ചെയ്തിട്ട് കാട് കയറണ്ടാന്ന് വെച്ചിട്ടാ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ജിഷാൻ മൈക്കിലേക്ക് വന്നോളൂ, അതിനുശേഷം ഫ്രഷ് ന്യൂസിന് മൈക്കെടുക്കാം. ഉസ്താദ് ശ്രദ്ധിച്ചില്ല ഉസ്താദെ, ഉസ്താദ് പറയുന്ന വിഷയങ്ങളൊന്നല്ല ഇയാൾ ശ്രദ്ധിക്കുന്നത്. ഞാൻ അതങ്ങനെ ഇതാക്കിയേ. ഉസ്താദ് കാര്യമായ വിഷയത്തെ സംബന്ധിച്ച് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഫ്രഷ് ന്യൂസ് അടിച്ചിട്ടില്ല നിങ്ങള്? അപ്പുറത്ത് കണ്ടില്ലേ? അപ്പൊ ഇമാം ബുഖാരി തങ്ങളുടെ ആ തെളിവ് ഫ്രഷ് ന്യൂസിന്റെ കഴുത്തിൽ മുറുകിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് അതിന്റെ ജാള്യത മറക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും ആളുകളുടെ മുമ്പിൽ. ഏതായാലും അൽഹംദുലില്ലാ, ഫ്രഷ് ന്യൂസ് ഇപ്പൊ അൽഹംദുലില്ലാ എന്ന് പറ. കാരണം ഒരു 7-8 മണിക്കാണെങ്കിൽ 400-500 ആയിട്ടൊക്കെ ഉണ്ടാകുന്ന സമയമായിരുന്നു. ഇതിപ്പം 10, 151 200 ആളുകളുടെ അടുക്കലിൽ ഇപ്പം കേട്ടിട്ടില്ല. അതുകൊണ്ട് സമാധാനിക്കാം നിങ്ങൾക്ക്. എന്നിട്ട് ഇങ്ങനെ അനീഫ് കാക്കോട്ടിയുടെ കോളേജിലാണോ പഠിച്ചത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കേൾക്കെട്ടി ഇവിടുന്ന് കിട്ടിയത് അതെ, റേഡിയോ ശ്രോതാക്കൾ വേറെ ഉണ്ട് 15. അത് എന്നിട്ടെങ്കിലും നിങ്ങൾ വിഷയത്തിലേക്കൊന്ന് ഇറങ്ങി വരട്ടെ എന്ന് കരുതിയിട്ടാണ് പയ്യോളി ഉസ്താദ് നിങ്ങൾക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ മനുഷ്യൻ വീണ്ടും അടിക്കുകയാണ് ഏത് കഴിഞ്ഞ വിഷയം. അതുകൊണ്ട് ഇത്രയും എന്താ പറയുക, നാണം നിങ്ങൾ കെടരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫ്രഷ് ന്യൂസ് പയ്യോളി ഉസ്താദ് ഇപ്പം നിങ്ങളോട് ചോദിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പം പ്രതികരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഏതായാലും നിങ്ങൾ പെട്ടിനെന്ന് ഏതായാലും കേട്ട മുഴുവൻ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങളുടെ വിഷയത്തിലുള്ള ആ ഒഴിഞ്ഞു മാറ്റം. അതുകൊണ്ട് ഇപ്പൊ ഇനി ഈ ചർച്ചയുമായി നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ വിഷയ സംബന്ധമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അതല്ല, ഞങ്ങൾ റെഡിയാണ്. നിങ്ങളിപ്പോ ആ മുഹമ്മദ് എന്നുള്ളതിന് ഇമാം ബുഖാരി കൊടുത്ത തലവാചകം ചർച്ച ചെയ്യാനാണ് നിങ്ങൾ ഒരുക്കെങ്കിൽ അതിനും നമ്മൾ റെഡിയാണ്, നമ്മളൊക്കെ റെഡിയാണ്. അതുകൊണ്ട് മൈക്ക് എടുത്തിട്ട് വെറുതെ ഭക്ഷണത്തിനും പറയരുത് എന്ന് ഫ്രഷ് ന്യൂസിനെ അറിയിക്കാം.
ഇതേ രണ്ട് കാലില്ലാത്ത ആളുണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ ഇൻസണ്ടല്ല എന്ന് പറയും ചിലർ. രണ്ട് കാലില്ലാത്ത ആൾ, കാലിന് സ്വാധീനമില്ലാത്ത ആൾ പറഞ്ഞ വർത്താനാണ് ഇത്. ഞാൻ ഇവിടെ തന്നെ ഇൻസാലുണ്ടല്ലോ എന്ന്. ഇതന്നെയാണ് നിങ്ങൾ, അതായത് നിങ്ങൾ പറയാനില്ല എന്തെങ്കിലും കൊട്ടക്കണക്കിലൊന്നും കാണാത്തത്. ഞാൻ ചോദിച്ചത് എന്താ, ആദം നബി മുതൽ മുഹമ്മദിന്റെ 1,24,000 പ്രവാചകന്മാർ കഴിഞ്ഞു പോയി. ഫ്രഷ് ന്യൂസ് ഒന്ന് ക്ഷമിക്കണം, ഞാൻ അതിനു വേണ്ടിയാ പറഞ്ഞിരുന്നത്. ഫ്രഷ് ന്യൂസ് ഞാനത് തരാം, അത് തന്നാൽ നിങ്ങൾക്ക് രേഖയാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ചെയ്തതിന് ഞാൻ രേഖ തന്നാൽ ഫ്രഷ് ന്യൂസിന് ചെയ്യാൻ അത് രേഖയാകുമോ? സഹീഹായ ഹദീസിൽ രേഖപ്പെട്ടു, നബി ഒരു കാര്യം ചെയ്തു എന്ന് രേഖപ്പെട്ടാൽ അത് ഫ്രഷ് ന്യൂസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പാടുണ്ടോ, കഴിയുമോ, പറ്റുമോ? ഈ ചോദ്യത്തിന് മറുപടി പറയും. എന്നാ ഉടനടി അങ്ങ് ഹദീസിലേക്ക് കടക്കാതെ നമുക്ക് വിഷയം എടുത്തോളൂ. അതെ, അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരാരും ഈ സംഭവം ചെയ്തിട്ടില്ല. ഒന്ന് തന്നെ വ്യക്തമായി. രണ്ടാമത്തെ മുഹമ്മദ് നബി ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വ്യക്തമായത് ഞാൻ ചെയ്തതിന് രേഖ തരാം എന്നാ പറഞ്ഞത്. ചെയ്തതിന് രേഖ തരാം, ചെയ്തതിന് രേഖ സഹീഹായ ഹദീസ് കൊണ്ട് തന്നാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ രേഖയാകുമോ? അത് രേഖയാണെങ്കിൽ ഓക്കെ, നബി ഒരു കാര്യം ചെയ്തു എന്ന് സഹീഹായി വന്നാൽ അത് ഫ്രഷ് ന്യൂസിന് ചെയ്യാൻ രേഖയാണെന്നൊന്നും തന്റെ അടുത്തോട് കൂടെ പറയും. എന്നാലല്ലേ ചോദ്യത്തിന് അർത്ഥമുള്ളൂ. ദേ മൈക്ക് എടുത്തിട്ട് പറയും, അല്ല രേഖയാവൂലെങ്കിൽ രേഖയാവൂല എന്നും പറഞ്ഞോളി. ദേ മൈക്ക് എടുത്തോളി. പയ്യോളി, ഇത് സാധാ മുജാഹിദുകളല്ല കേട്ടാ. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കും? ഞങ്ങളും കുറച്ചൊക്കെ അറിഞ്ഞിട്ട് വന്നത്. നിങ്ങൾ കുറെ ആൾക്കാരൊക്കെ കുടിച്ചിട്ടുണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മൾക്ക് ഉറപ്പില്ല. നിങ്ങൾക്ക് 9 വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിപ്പോ ഞങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് പറ്റുമോ? ഈ ആദ്യം കുടുക്ക ചോദ്യം ചോദിക്കണ്ട, എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നിട്ട് മാറ്റി അതൊക്കെ തീരുമാനിക്കുക. എന്തിനീ വളഞ്ഞു തിരിഞ്ഞ് കുറെ ഉസൂര് കൊണ്ടിരുന്നേ? എന്തിനീ ചർച്ചയിൽ ഉസ്താദന്മാരുള്ളപ്പോ മറ്റുള്ളവർ നോട്ട് ഇടരുത്. അത് പലപ്പോഴും പറയാറുള്ളതാണ്. ചർച്ച നയിക്കുന്ന ഉസ്താദന്മാര് സംസാരിക്കുന്ന ആളുകൾക്ക് നോട്ടിടും, മറ്റുള്ളവര് നോട്ടിടല്ല. ഞാൻ മറ്റു ഫ്രഷ് ന്യൂസ് ഞാൻ എഴുതാപ്പുറം നിങ്ങൾ വായിക്കണ്ട. അങ്ങനെയൊന്നല്ല, നമ്മുടെ ആയ കാര്യം, നബിന്റെ ഖുസൂസിയത്ത് 9 ഭാര്യയും 10 ഭാര്യ അതൊന്നുമല്ല ഇവിടുത്തെ ചർച്ച. നബി ഒരു കാര്യം, ഒരു അമല് അത് നബി തങ്ങൾ ചെയ്തിരുന്നു എന്ന് സഹീഹായി വന്നാൽ നമുക്കത് ചെയ്യാൻ ഫോളോ ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിലേ നിങ്ങളുടെ ഈ ചോദ്യം നബി ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥമുള്ളൂ. നബി ചെയ്ത പ്രവർത്തനങ്ങൾ ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ? അതിനൊന്ന് മറുപടി പറയും. പറ്റുമെങ്കിൽ ഓക്കെ, പറ്റും. നബിയുടെ ഖുസൂസിയത്താണെന്ന് അറിയപ്പെടാത്ത കാര്യങ്ങളിൽ നമുക്ക് പറ്റും, നബിയുടെ ഖാസായ കാര്യങ്ങൾ അല്ലാത്തതിൽ നമുക്ക് പറ്റും എന്ന് പറഞ്ഞോളി. അങ്ങനെയും പറയാലോ. നിങ്ങൾക്ക് എങ്ങനെയും പറയാം. നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള വകുപ്പ് ആ ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. മൈക്കെടുത്തിട്ട് പറഞ്ഞോളി. സുബൈ വരെ നിൽക്കതിൽ നിങ്ങൾ പറയാം. നിങ്ങൾ ഈ ആദ്യം കുതിർത്ത് ചോദ്യം ചോദിച്ചു നിൽക്കുക നല്ലത്. ഈ 2 കാര്യങ്ങളുള്ള വളർച്ചോട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് തന്റെ ഇടത്തോടെ പറയുന്നത് കഴിയില്ല. ഈ എന്തിനാ നിങ്ങളെ കയ്യിലെ കൊട്ടത്തിൽ ഇപ്പൊ എവിടെ പോയി? കുറെ തെളിവ് എന്ന് പറഞ്ഞാൽ എവിടെ തെളിവൊക്കെ? ഒരു തെളിവിൽ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾക്ക് തീരുമാനിക്കായ ഖുസൂസിയത്താണോ അല്ലാത്തത് എന്തെങ്കിലുമൊക്കെ പറയത്ര മതി. അത് പറഞ്ഞിട്ട് കഴിയും. അറിയാത്ത കാര്യം ചോദിക്കരുത്. അത് പറഞ്ഞാൽ സ്വീകരിക്കാനോ എന്തെങ്കിലും ഇത്ര പ്രശ്നം കുടുംബങ്ങൾ കുറെ ഡോട്ടൊക്കെ കളിക്കും. എന്റെ ഫ്രഷ് ന്യൂസ് എന്തോ ഒരു അയലിച്ചിയാണിത്.
ഞാനൊരു കാര്യം ചോദിച്ചത് എന്താ ഇപ്പൊ നിങ്ങളോട് ഉത്തരം പറയാനല്ല പറഞ്ഞത്. നബി ഒരു കാര്യം ചെയ്തു എന്ന് സഹിഹായ ഹദീസ് കൊണ്ട് ഇപ്പൊ മരിച്ചുപോയ മഹാന്മാരോട് സഹായം തേടി. ഫോർ എക്സാമ്പിൾ ആണത്. തേടി അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? നബി ഒരു കാര്യം ചെയ്തു എന്ന് സഹിഹായ ഹദീസ് കൊണ്ട് ബോധ്യപ്പെട്ടാൽ നമുക്കത് ഫോളോ ചെയ്യാൻ കഴിയുമോ? വന്നല്ലേ നീ ചോദിനെടുത്ത് അർത്ഥമുള്ളൂ. കഴിയൂല എന്നാണെങ്കിൽ പിന്നെ കാട്ടാച്ചാടാ പറഞ്ഞു. നബി ചെയ്തോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. ചോദ്യം പ്രസക്തല്ലേ? ഇത് കുരുട്ടി ചോദ്യ. നബി ചെയ്തോ? നബി ചെയ്താൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂല, അത് വേറെ വിഷയം. ഫ്രഷ് ന്യൂസ് അതുകൊണ്ടാണല്ലോ ഉരുളണേ. നബി ചെയ്തു എന്ന് വന്നാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ നബി ചെയ്തോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ ഫ്രഷ് ന്യൂസ് ഇത്? എന്തെങ്കിലും കാര്യം എന്ന് സഹിഹായ ഹദീസ് കൊണ്ട് ബോധ്യപ്പെടുകയും അത് നബിയുടെ ഖുസൂസിയത്ത് അല്ല എന്ന് ഉറപ്പാവുകയും ചെയ്താൽ അത് ഈ ഉമ്മത്തിന് ബാധകമാണ് എന്ന് പറയാനൊരു കഴിവ് നിങ്ങൾക്ക് വേണം. അതിനുള്ള ത്രാണി ഫ്രഷ് ന്യൂസ് എന്നല്ല ഒരു മൗലവിക്കും ഉണ്ടാവൂല. ഉണ്ടെങ്കിൽ ആ പിടുത്തം പിടിക്കും ഹൽക്കില്, പിന്നെ ഇളകൂല. മൈക്കെടുത്തോളി എന്നിട്ട് പറയും നബിയുടെ ഖുസൂസിയത്താണെന്ന് അറിയപ്പെടാത്ത ഒരു വിഷയത്തിൽ നബി ഒരു കാര്യം പ്രവർത്തിച്ചു എന്ന് സഹീഹായി വന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ പറ്റൂല? ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ നിങ്ങളുടെ ചോദ്യം ഓക്കെ ആണ്. ചെയ്യാൻ പറ്റൂല എന്നാണെങ്കിൽ നിങ്ങളുടെ ചോദ്യം ആസ്ഥാനത്തും ആണ്. മൈക്കെടുത്തിട്ട് പറയണം. നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനെ സംഭവം ഒരാൾ ചെയ്തിട്ടില്ല. അതിനൊരു ഈ സമൂഹത്തിൽ കിടപ്പ് ഈ ആൾക്കാരൊക്കെ പൊട്ടം കളിപ്പിക്കുന്നത് ഇത് ആരും ചെയ്യാത്ത സംഭവമാണ്. ഒരു പ്രവാചകന്മാരും സഹാബത്തും ചെയ്യാത്ത സംഭവമാണ്. നിങ്ങൾ കുറെ ആൾക്കാർ കൂട്ടിണ്ടാക്കുന്നത്. ഈ നിലവാറുള്ളത് അതിനൊന്നിനും ഒരു തെളിവില്ലാത്ത കുറെ കെട്ടുകഥകൾ. ഈ കെട്ടുകഥ 1.5 മണിക്കൂർ അതിൽ നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ഈ സെക്കൻഡ് വരെ ഇങ്ങനെ കൊട്ടക്കണക്കിന് ഒന്നെടുത്ത് പറഞ്ഞിറങ്ങി കഴിഞ്ഞോ? എന്താ കഴിയും? നിങ്ങൾ ഇങ്ങോട്ട് ഒരുപാട് ഉസൂല് ചോദിച്ചിട്ട് അതിന് തെളിവില്ലാത്ത നല്ലത് ഒരു തെളിവിലെത്ത ഇപ്പൊ തെളിവ് പിടിച്ചോന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫ്രഷ് ന്യൂസ് തെളിവ് തരാനാണ് മുത്തയി പറയണത്. അത് ശരി, ഞാനിപ്പോ അള്ളാന്റെ റസൂല് തന്നെ വഫാത്തായ ആ മുൻകഴിഞ്ഞ അംബിയാനോട് തേടിയത് ഞാൻ തെളിയിച്ചാൽ അത് നമ്മക്ക് രേഖയാണോ? നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടുമോ? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം ചെയ്തു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുമോ? പറ്റൂലെങ്കിൽ പിന്നെ നിങ്ങളെ ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഈ ചോദ്യം അപ്രസക്ത. സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഞാൻ ചോദിക്കുന്ന വിഷയം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ചോദിക്കുന്ന ചോദ്യം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചോളണം. എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അടിച്ചോളി. അല്ല, ഈ ചോദ്യത്തിന്റെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. നബി ചെയ്തോ? ഓക്കെ, നബി ചെയ്തു എന്ന് ഞാൻ തെളിയിക്കാം. പക്ഷെ ഉള്ള പ്രശ്നം എന്താ? വന്നാൽ നമുക്ക് അത് ചെയ്യാനുള്ള രേഖയാണെന്ന് വരണ്ടേ? നബി ചെയ്തു എന്ന് വന്നാൽ തന്നെ നമുക്കത് രേഖയല്ല എന്ന് വന്നാൽ പിന്നെ ചോദ്യം അർത്ഥമുണ്ടോ? അർത്ഥമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നബി ഒരു കാര്യം ചെയ്തു എന്ന് സഹീഹായ ഹദീസിൽ വന്നാൽ അത് നമുക്ക് ചെയ്യാനുള്ള രേഖയാണോ? ആണെങ്കിൽ ആണ് എന്ന് പറയും ഫ്രഷ് ന്യൂസ്, അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞോളി. എന്നിട്ട് വാലും മടക്കി വെച്ച് പോയിക്കോളി. ആണ് എന്നാണെങ്കിൽ അത് തുറന്ന് പറഞ്ഞോളി. അപ്പൊ പിന്നെ ഇൻഷാ അല്ലാഹ് വിഷയാസ്പദമായിട്ട് അങ്ങ് സംസാരങ്ങൾ മണത്തോ. നിങ്ങൾ തെളിവ് പറയില്ല, ഞാൻ കയ്യിൽ തെളിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തെളിവ് പറയാത്തത്. എന്ത് നിങ്ങൾക്ക് പറയാത്ത മതി? നിങ്ങളൊക്കെ പറയാത്ത കുഴപ്പമില്ല. പഠിക്കാൻ ഈ ഇരിക്കുന്ന ആളുകൾ കേട്ട് പഠിക്കട്ടെ തെളിവുകൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കില്ല. എന്താ നിങ്ങൾക്ക് പറയാത്ത മതി? ഇപ്പൊ ഇവിടെ നിങ്ങൾ ആ ശൂരത്തൊക്കെ പോയോ? ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ നിങ്ങൾക്ക് എന്തെത്ര മടി? എല്ലാമത്തെ ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഞാൻ നിങ്ങളോട് വിഷയം ചോദിക്കുന്നത്. അത് ഞാൻ തെളിയിച്ചാൽ അത് രേഖയാണോ അല്ലേ? രേഖയാണെങ്കിലല്ലേ പറയേണ്ടത്. നിങ്ങൾ രേഖയാണ് എന്ന് പറയ്, അല്ലെങ്കിൽ എന്നാലല്ലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ തെളിവ്.
ഫ്രഷ് ന്യൂസ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നിങ്ങൾ നബി ഒരു കാര്യം ചെയ്താൽ അത് സഹീഹായ ഹദീസ് കൊണ്ട് രേഖപ്പെട്ടാൽ അത് ഈ ഉമ്മത്തിന് രേഖയാണ്, ഫോളോ ചെയ്യാൻ പറ്റും എന്ന് പറയ് തന്റെ അടുത്തിൽ. അപ്പൊ പിന്നെ തെളിവിലേക്ക് കിടക്കാലോ നമുക്ക്. അതല്ല, രേഖയാക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ കഥ കഴിഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല, ചോദ്യം അപ്രസക്താണ്. എന്തൊരു കഷ്ടാണിത്. ഇതൊന്നും എന്റെ ഫ്രഷ് ന്യൂസിന് മനസ്സിലാവൂല. എന്താ ഫ്രഷ് ന്യൂസ്? മനസ്സിലായാലും ഞാൻ പറയുന്ന വിഷയം മനസ്സിലായാൽ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, അറിയൂല്ലെങ്കിൽ അറിയൂല എന്ന് പറഞ്ഞോളി. എനിക്കത് പറയാൻ അറിയില്ല. ഇല്ല, എനിക്കത് പറയാൻ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളി. കുടുങ്ങെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് പറയാൻ എടുക്കേണ്ട. ഒരു കാര്യം മനസ്സിലാക്കിയല്ലേ വേണ്ടത്. അതിനു വേണ്ടിയാണല്ലോ ഇത്ര ആധികാരികമായിട്ട് ഈ വിഷയത്തെ സമീപിക്കുന്നത്. മൈക്കെടുത്ത് പറഞ്ഞോളി, തുറന്ന് പറഞ്ഞോളി, എനിക്കറിയില്ല പയ്യോളി, എനിക്കത് അറിയില്ല. ഉസ്താദ് എന്നൊന്നും വിളിക്കണ്ട, പയ്യോളി എന്ന് വിളിച്ചോളി. എന്നിട്ട് പറഞ്ഞു, പയ്യോളി എനിക്കത് അറിയില്ല, നിങ്ങൾ എന്നെ പറയും. എന്നാ ഞാനങ്ങ് പറഞ്ഞു തരൂലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തോ എന്നുള്ളതിന് ഞാൻ രേഖ തന്നാൽ അത് നമുക്ക് രേഖയാകും എന്നതിനാണ്. രേഖയാകുമോ അല്ലേ? ആ വിഷയം മാത്രം. ആകുമെങ്കിൽ ആകും എന്ന് പറയാ, ആകൂലെങ്കിൽ ആകൂല എന്ന് പറയാ. ആകും എന്ന് വന്നാൽ തെളിവ് ഞാൻ പറയേണ്ടി വരും. ആകൂല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളെ ചോദ്യം അപ്രസക്താണ്, നിങ്ങൾ സമ്മതിക്കുകയാണ്. ഇത് ആർക്കാ തിരിയാത്ത? ഏത് ഒരു നേരം ചോറ്റിന്റെ വക്കത്ത് കൂടെ പോയ ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് തിരിയാണ്ടിക്കോ ഫ്രഷ് ന്യൂസേ? ഇൻഷാ അല്ലാഹ് നമ്മൾ അവറേജ് ഒന്ന് മൈക്കെടുക്കും. അവറേജ് ഒന്ന് മൈക്കെടുത്തതിന് ശേഷം നമ്മളെ ഫ്രഷ് ന്യൂസിന് മൈക്കെടുക്കാം. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഇവിടെ കേൾവിക്കാരായിട്ടിരിക്കുന്ന ആളുകളെ കൂടി ഒന്ന് പരിഗണിക്കണം എന്ന് ഒരു ചെറിയ അപേക്ഷ ഉണ്ട്. അതായത് ഇപ്പോ പയ്യോളി ഉസ്താദ് ഇപ്പോ വളരെ വ്യക്തമായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. ഇദ്ദേഹം ഒരു വിഷയത്തിന് പ്രവാചകർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. പയ്യോളി ഉസ്താദ് അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെളിവാണോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോ പ്രശ്നിച്ച് ഒരു 6-7 വട്ടം ചോദിച്ചില്ല. അതായത് തെളിവാണെന്ന് പറയാനുള്ള തന്റെ ഇടം നിങ്ങൾക്ക് പിന്നെ എന്തിനാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കാൻ വരുന്നത്? അത് തെളിവ് തന്നെയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിലേ ഇത് നിങ്ങൾ എന്തിനാ ഈ ചോദ്യം ചോദിക്കുന്നത്? ഇത്ര പിന്നെ ദുർബലാണോ വഹാബിസം? നിങ്ങൾ ചോദ്യം മറുപടി പറയും. വെറുതെ കേൾക്കുന്ന ആളുകൾക്ക് പിന്നെ ഇറിറ്റേഷൻ നിങ്ങൾ ഉണ്ടാക്കില്ലേ? തെളിവ് പറഞ്ഞെങ്കിലല്ലേ ചങ്ങാതിമാരെ ഇത് തെളിവിന് പറ്റൂലെന്ന്. തെളിവ് കൊണ്ടുവരണ്ടായിരുന്നു പറഞ്ഞ നബി പറ്റാവുന്ന സ്വീകരിക്കാം. നിങ്ങൾ തെളിവ് കേൾക്കാൻ ബോധ്യമായിട്ടാണ് നിങ്ങൾക്ക് ഇതിനൊന്ന് കിട്ടാൻ പഠിക്കുന്നത്. നബിയുടെ ഖുസൂസിയത്തിൽ അല്ലാത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തെളിവാണ് സ്വീകരിക്കാം. അതൊന്ന് പറഞ്ഞു തന്നെ കേൾക്കട്ടെ. ഓക്കെ അങ്ങനെ ഇങ്ങോട്ട് പറയട്ടെ. സഹീഹുൽ ബുഖാരിന്ന് രേഖ തരാം, നബി ഒരു കാര്യം ചെയ്തു എന്ന്. ആ കാര്യം നബിയുടെ ഖുസൂസിയത്തല്ലാന്നും ബോധ്യപ്പെട്ടാൽ നമുക്കത് ചെയ്യാൻ രേഖയാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അങ്ങനെ തന്നെ പറയും. അത് ശരി, നിങ്ങളെന്താ മനസ്സിലാക്കി? സ്വീകരിക്കാൻ പറ്റുന്ന തെളിവാണോന്നോ? സ്വീകരിക്കാൻ പറ്റുന്ന തെളിവ് വരും. സഹീഹുൽ ബുഖാരിന്ന് ഞാൻ തരാം. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഒന്നും കൂടെ അല്ല, പ്രശ്നം ശരിക്കും മനസ്സിലാക്കിക്കോ. സഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു എന്നും അത് നബിയുടെ ഖുസൂസിയത്ത് അല്ല എന്നും ബോധ്യപ്പെടുന്ന പക്ഷം അത് നമുക്ക് രേഖയാക്കാൻ, അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നാ ഞാൻ ചോദിച്ചിന്. ശരിക്ക് തല തുറന്ന് പറഞ്ഞോളി. അല്ല, ഒന്നും കൂടി മൂപ്പര് പറഞ്ഞോട്ടെ, ശരിക്ക് പറഞ്ഞോ, ചിന്തിച്ചിട്ട് പറഞ്ഞോളി കേട്ടോ. നല്ല പിടുത്തം വിടും. അവരത് ഒന്നും കൂടി പറഞ്ഞോട്ടെ. ഫ്രഷ് ന്യൂസ് അല്ലേ, അതൊന്ന് പറഞ്ഞോട്ടെ ശരിക്ക്. ഞാൻ പറഞ്ഞില്ലേ, അത് സ്വീകരിക്കാൻ പറ്റുന്ന തെളിവാണെങ്കിൽ എന്നല്ല പറഞ്ഞു. അത് സഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഒരു കാര്യം രേഖപ്പെടുന്നു. എന്ത്? നബി ചെയ്തു. അത് നബിയുടെ ഖുസൂസിയത്താണെന്നൊന്നും വന്നിട്ടില്ല. ഇല്ലല്ല, അത് നബിയുടെ ഖുസൂസിയത്താണെന്നും വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ആ കാര്യം ചെയ്തൂടെ? ചെയ്യാം എന്ന് ഫ്രഷ് ന്യൂസ് പറഞ്ഞു അല്ലേ? ഫ്രഷ് ന്യൂസ് പറഞ്ഞില്ലേ? ചെയ്യാം എന്ന് പറഞ്ഞില്ലേ? അത് വല്ലാത്ത വിഡ്ഢിത്താണ് നിങ്ങളെ പറയുന്നത്. കാരണം എന്താന്ന് മനസ്സിലാക്കിക്കോളൂ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു എന്ന്
പല കാര്യങ്ങളും സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. പക്ഷെ നിങ്ങൾക്കത് പ്രാവർത്തികമാക്കാൻ പറ്റൂല. അത് നബിയുടെ ഖുസൂസിയത്തായിട്ട് രേഖയും കാണൂല. വെറുതെ എന്തിനാ മാനം കെടാൻ നിൽക്കണ്? വെറുതെ മാനക്കേടാവും നിങ്ങള്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഫ്രഷ് ന്യൂസ് ഒന്നും കൂടി മൈക്കിലേക്ക് വന്നിട്ട് വിഷയം പൂർണ്ണ ബോധ്യത്തോടു കൂടെ തന്നെയാണോ സംസാരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞോളൂ. മൈക്കെടുത്തോളൂ. എന്നിട്ട് ഞാൻ തെളിവിലേക്ക് വരാം. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അല്ല, ഒരു മണിക്കൂർ കൂടി പ്രസംഗിച്ചാൽ നമുക്ക് പിന്നെ നിങ്ങളെ പരിപാടി കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞ ഞാൻ വാദത്തിനോട് സമ്മതിച്ചു. നിങ്ങളെ കയ്യിൽ നിന്ന് തെളിവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിപ്പോ കേൾക്കാൻ പൂതിയായിട്ട് പറഞ്ഞതാണ്. പറയുന്നുണ്ട് എന്തായിട്ട് പറയാത്ത മടി നിങ്ങൾക്ക്. നിങ്ങൾ കുറെ നേരം ഇപ്പൊ കളിക്കാൻ തുടങ്ങിയിട്ട് എന്ത് പുറത്തേക്കിട്ട് വരാത്തത്? ഇതിങ്ങനെ ഇപ്പൊ പേടിപ്പിക്കുന്നത് എന്തെങ്കിലും ഇത്ര പേടിപ്പോ മറ്റങ്ങൾക്ക് നിങ്ങളെ കൊട്ടക്കടങ്ങനെ പറഞ്ഞിരുന്നല്ലേ ലൈഫായതും ഇങ്ങനെ പറഞ്ഞിട്ട് എന്റെ ഒന്നും ഇല്ലേ? ലൈഫ് പോലും ഇല്ല ഇപ്പോ. മറ്റേ കുറെ ദുർബലതൊക്കെ ഇങ്ങനെ പറഞ്ഞു, കള്ളക്കഥകളൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ പറഞ്ഞു. ഇപ്പൊ ഒന്നും പറയാനില്ലല്ലോ. നിങ്ങൾ വാദത്തിന് വേണ്ടി ഒന്നും സമ്മതിക്കണ്ട. നിങ്ങൾ മനസാക്ഷി അറിഞ്ഞിട്ട് സമ്മതിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വാദത്തിന് വേണ്ടി ഒന്നും അങ്ങനെ സമ്മതിച്ചിട്ട് പോകണ്ടല്ലോ. നിങ്ങളെ മനസാക്ഷി അറിഞ്ഞിട്ട് അത് ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിച്ചല്ലെന്ന് പിന്നെ തൊള്ളർന്ന് പറയണ്ട. ശരിക്കും പറഞ്ഞോളി. എന്തിനാപ്പത് ഇങ്ങനെ കിടന്ന് ഉരുളുന്ന്? ശരിക്കും തന്നെ പറഞ്ഞോളി. നബി ഒരു കാര്യം ചെയ്തു എന്ന് സഹീഹുൽ ബുഖാരിയിൽ നിന്ന് രേഖാസഹിതം തെളിയിക്കപ്പെട്ടാൽ, അത് നബിയുടെ ഖുസൂസിയത്ത് അല്ല എന്നും ബോധ്യപ്പെട്ടാൽ അത് രേഖയാകുമല്ലോ. വാദത്തിന് വേണ്ടിയൊന്നും വേണ്ട. നിങ്ങളെ മനസാക്ഷിക്കനുസരിച്ച് പറഞ്ഞാൽ മതി. വെറുതെ വാദത്തിന് വേണ്ടി എന്തെങ്കിലും പറയൊന്നും വേണ്ട. നിങ്ങളെ മനസാക്ഷിക്കനുസരിച്ച് പറഞ്ഞാൽ മതി. മൈക്കെടുത്ത് പറഞ്ഞോളി. നിങ്ങളെ കയ്യിൽ നിന്ന് കേൾക്കാൻ പൂതിയിട്ടെങ്കിലും പറഞ്ഞു തായോ കേൾക്കട്ടെ. നിങ്ങളെ കയ്യിലുള്ള തെളിവുണ്ടല്ലോ, ഗംഭീര തെളിവ് കേൾക്കട്ടെ. പറഞ്ഞു നിങ്ങൾ ഇതൊരു കേട്ടോട് പോകാനോ ഒന്ന് പറഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. ഫ്രഷ് ന്യൂസ് അതൊന്നും പറയാനേ നിങ്ങൾക്ക് പോരട്ടോ. എന്റെ ഫ്രഷ് ന്യൂസേ, ആ വിഷയങ്ങളൊന്നും കേൾക്കാനുള്ള ആ ഒരു ത്രാണി ഇന്റെ കുട്ടിക്ക് ഇല്ലാന്ന് മനസ്സിലാക്കിക്കോ. കാരണം ഇത്ര തന്റേടെ ഇങ്ങക്കുള്ളൂല്ലേ. ഒരു വിഷയം നബിതങ്ങൾ ചെയ്തു എന്ന് സഹീഹായ ഹദീസ് കൊണ്ട് ബോധ്യപ്പെട്ടാൽ അത് ഞാൻ ഫോളോ ചെയ്യും എന്ന് പറയാനുള്ള ഒരു ത്രാണി പോലും ഇല്ലാത്ത നിങ്ങളാണ് നബി ചെയ്തോ, മുമ്പുള്ള നബിമാര് ചെയ്തോ, സഹാബത്ത് ചെയ്തോ, മരിച്ചു ജീവനില്ലാത്ത ആളുകളോട് ചെയ്തോ, സഹാബത്തിനോട് ചെയ്തോ, സഹാബത്ത് അങ്ങോട്ട് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നത്. ചെയ്തു എന്ന് രേഖപ്പെട്ടാൽ തന്നെ അത് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് അറിയൂല എന്ന് പറയുന്ന മനുഷ്യന്മാര് എന്തിനാ ഫ്രഷ് ന്യൂസ് ഈ മാനക്കേടിന് നിൽക്കുന്നത്? എന്തിനാണ്? ഞാൻ പറഞ്ഞില്ലേ, വെറും വാദം വാദിക്കല്ലേ. കാര്യങ്ങൾ ഉള്ള എന്തെങ്കിലും പറയും. ഞാൻ പറഞ്ഞു വളരെ വ്യക്തമായിട്ട്. ഞാൻ പറഞ്ഞുതരാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തേടിയതിന് രേഖ ഞാൻ തരാ. നിങ്ങൾ പറഞ്ഞല്ലോ അത് ജീവിച്ചിരിക്കുന്നവരോടല്ലാത്തത് ഞാൻ രേഖ തരാം. എനിക്ക് തെളിയിക്കാൻ പറ്റും. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇബ്രാഹിം നബി തേടിയത് തെളിവ് തരാം, റസൂലുള്ള തന്നെ തേടിയതിന് രേഖ തരാം, ഒക്കെ ഞാൻ തരാം. പക്ഷേ ഉള്ള പ്രശ്നം എന്താ അറിയോ? അതെന്നെ പറഞ്ഞുതരാ. പക്ഷെ പറഞ്ഞാൽ നമുക്കത് രേഖയാകുമോ ഇല്ലയോ എന്ന് തീരുമാനമാവണ്ടേ. അപ്പൊ നിങ്ങൾ പറയാണ് അത് രേഖയാകുമെന്ന്. അത് നോക്കിയിട്ട് വേണം. അതെങ്ങനെയാ നോക്കല്? ഞാൻ പറഞ്ഞല്ലോ, സഹീഹുൽ ബുഖാരിയിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം ചെയ്തു എന്ന് രേഖപ്പെട്ടാൽ ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വാദത്തിന് വേണ്ടി ഞാൻ പറയാം. എന്തിനാ വാദത്തിന് വേണ്ടി പറയണു? നേർക്കേറെ പറഞ്ഞാ പോരെ? നിങ്ങളെ മനസാക്ഷിക്കനുസരിച്ച് പറഞ്ഞോളൂ. അള്ളാന്റെ റസൂൽ ഒരു കാര്യം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്കത് ചെയ്യാം. അത് ഖുസൂസിയത്തല്ലെങ്കിൽ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞോളൂ. ഇല്ല, അങ്ങനെ രേഖപ്പെട്ടത് കൊണ്ട് മാത്രം ഹദീസിൽ അങ്ങനെ വന്നാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. നമുക്ക് ഇമാമിങ്ങൾ പറയുന്നിടത്തേ നിൽക്കാൻ പറ്റൂ എന്നാണോ നിങ്ങളെ വാദം? എങ്കിലും അത് പറഞ്ഞോളി. വേഗം മൈക്കെടുത്ത് പറയുക. വിഷയം തീരുമാനാക്കുക. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. വേഗം മൈക്കെടുത്ത് തീരുമാനാക്കുക. ഇതൊരു അടിസ്ഥാനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങളാ അടിസ്ഥാനം ചോദ്യം ചെയ്യപ്പെടുകയാണ്. നബി ചെയ്താൽ നമുക്ക് ചെയ്യാം, സഹാബത്ത് ചെയ്താൽ നമുക്ക് ചെയ്യാം എന്നുള്ള ആ അടിസ്ഥാനം തന്നെ തെറ്റാണ് ഞാൻ പറയുന്നത്. അങ്ങനല്ല.
നബി ചെയ്തു എന്നുള്ളത് വന്നാലും സഹാബത്ത് ചെയ്തു എന്നുള്ളത് വന്നാലും നമുക്കത് ചെയ്യാൻ രേഖയല്ലാതെ, അതാ ഞാൻ പറയണത്. നിങ്ങളെന്താ മനസ്സിലാക്കി? ഞാൻ നിങ്ങളെ കറലിനാ പിടിച്ചേ. നബി ഒരു കാര്യം ചെയ്തു എന്ന് വന്നാലും അതനുസരിച്ച് സഹാബത്ത് ചെയ്തു എന്ന് വന്നാലും അപ്പൊ പിന്നെ നബിന്റെ ഖുസൂസിയത്താവൂലല്ലോ. അങ്ങനെ തന്നെ വന്നാലും നമുക്കത് ചെയ്യാൻ ബാധ്യതയുണ്ടോ? അത് നമുക്ക് ഫോളോ ചെയ്യാൻ നിർവാഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. മൈക്കെടുക്കുക വേഗം. നിങ്ങൾ പറയില്ല, നിങ്ങൾക്ക് പറയില്ല നിങ്ങൾ. പിന്നെ എന്തിനാ നിങ്ങൾ ഓരോ തെളിവിന് ചോദിക്കുമ്പോഴത്തെ കുറെ കെട്ടുകഥകളൊക്കെ പറയണ്ടല്ലോ? അതൊക്കെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിനാ ഇന്നാൾ ചെയ്ത് മറ്റാൾ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് കുറെ തെളിവുകൾ പറയാറുണ്ടല്ലോ. എന്താണെന്നും ഇപ്പൊ ഇല്ലാത്ത അന്നൊന്നും ഈ ചോദ്യം ചോദിച്ചിരുന്നില്ലല്ലോ. എന്തെങ്കിലും ഇപ്പൊ ചോദിച്ച ഒരു മറുപടി പറഞ്ഞ എത്ര പ്രശ്നം? അല്ല, നിങ്ങളെ തലക്കുള്ളിൽ വല്ലതും ഉണ്ടോ? അതോ നിങ്ങൾ ഞാൻ മൈക്കെടുത്താൽ മ്യൂട്ട് ചെയ്യുന്നുണ്ടോ? എനിക്കറിയില്ല. നിങ്ങൾ മ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെന്തോ അതോ നിങ്ങൾക്ക് സംസാരിക്കാൻ മാത്രമേ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ? അഥവാ ഞാൻ മൈക്ക് വിട്ടാൽ നിങ്ങൾ മൈക്ക് എടുക്കുക? ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കാത്ത മാതിരിയാണല്ലോ സംസാരം. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലായോ? നബി ചെയ്തു, സഹാബത്ത് ചെയ്തു എന്നത് നമുക്ക് രേഖയായി ഫോളോ ചെയ്യാൻ കഴിയുമോ? ഒരു കാര്യം നബിയും സഹാബത്തും ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ആ കാര്യം നമുക്ക് രേഖയാക്കാൻ കഴിയുമോ? നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ? എന്നാ നബി ചെയ്തതിനും തെളിവേരാ, സഹാബത്ത് ചെയ്തതിനും തെളിവേരാ, ഒക്കെ തരാലോ. പക്ഷെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറ്റൂല എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞു. ഞങ്ങൾ ഇമാമിങ്ങൾ പറയുന്നിടത്ത് നിൽക്കും. നബി ചെയ്തു, ഒരു ഹദീസ് കണ്ടു, നബി ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പൊ ഞങ്ങൾ അതിന്റെ പിന്നാലെ പോകൂല. സഹാബത്തും ചെയ്തു എന്നുള്ളതിന് രേഖയുണ്ട്, എന്നാലും ഞങ്ങൾ അതിന്റെ പിന്നാലെ പോകൂല. ഞങ്ങൾ ഇമാമിങ്ങൾ എന്ത് പറയുന്നു നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഞങ്ങളെ പോളിസി അതാണ്. സുന്നിയാണ് അവിടെയാണ്. എന്നാൽ ഇങ്ങക്കിത് പറ്റുമെന്നാ ഞാൻ ചോദിച്ചേ. ഒരു കാര്യം നബി ചെയ്തു അപ്പോഴേ ശരിക്കും ശ്രദ്ധിക്കാം. ആയിട്ടില്ല സുഹൃത്ത്, ആയിട്ടില്ല. അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പൊ നമുക്ക് വിഷയം എന്താ അറിയോ? ഒരു കാര്യം നബി ചെയ്തു എന്നും സഹാബത്ത് ചെയ്തു എന്നും രേഖാസഹിതം ബോധ്യപ്പെട്ടാൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ? ഇത് തീരുമാനാവണ്ടേ? ഇത് അടിസ്ഥാനമല്ലേ? നിങ്ങളുടെ വാദം എന്താ? ഒരു കാര്യം നബി ചെയ്താലും സഹാബത്ത് ചെയ്താലും നമുക്കത് ചെയ്യാം. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് നബി ചെയ്തോ സഹാബി ചെയ്തോ, നബി ചെയ്തോ സഹാബി ചെയ്തോ? അത് നബിയും സഹാബത്തും ചെയ്താൽ നമുക്കത് രേഖയാണോ? നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ മുണ്ടണില്ല, നിങ്ങൾ മറുപടി പറയണില്ല. എന്തുകൊണ്ടാ മറുപടി പറയാത്തത്? മറുപടി പറഞ്ഞാൽ ചങ്കിന് കുത്തും, പുടുത്തം വിടും, സർവ വഹാബിന്റെയും പിന്നെ ഒന്നുമുറിയും. അത് ബോധ്യം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ മുണ്ടാത്തത്. അതുകൊണ്ട് മൈക്ക് എടുത്തിട്ട് ശരിക്ക് തുറന്നു പറയും. ഒരു കാര്യം നബി ചെയ്തു, സഹാബത്ത് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടു, സഹീഹായ ഹദീസിൽ വന്നു, സഹീഹുൽ ബുഖാരിയിൽ തന്നെ വന്നു എന്ന് തന്നെ വെച്ചോളി. എന്നാ നമുക്കത് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ? പറ്റുമെന്നാണെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. തുറന്നു പറയും. മൈക്ക് എടുക്കും. മൂപ്പരെ കഥ കഴിഞ്ഞിട്ടുണ്ട്. മൂപ്പരെ കഥ കഴിഞ്ഞിട്ടുണ്ട്. മൂപ്പർക്ക് മുണ്ടാട്ടില്ല. ഫ്രഷ് ന്യൂസ് എന്റെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടോ? എന്റെ മുത്തുവോ, നിങ്ങളെ അടിസ്ഥാനാണ് ഈ ഊരിപ്പോണത്. വല്ല പിടുത്തമുണ്ടോ? ഇനി മേലാൽ ഒരു സുന്നിനോടും ചോദിക്കരുത് അള്ളാന്റെ റസൂല് ചെയ്തോ സഹാബത്ത് ചെയ്തോ എന്ന് ചോദിക്കരുത്. സുന്നി ചെയ്യണത് അള്ളാന്റെ റസൂല് ചെയ്തോ എന്ന് ഹദീസും കിതാബും മറച്ചു വെച്ചിട്ടല്ല, ശരിക്കും പഠിക്കണം. പക്ഷെ ഇത് ആണ് എന്ന് പറയുന്ന ഖുർആനിൽ ഹദീസിലും സഹാബത്തിന്റെ ചരിത്രത്തിലും ഒരു വിഷയം രേഖയായാൽ നമുക്കത് ചെയ്യാമെന്ന ഒരു വാദം നിങ്ങൾക്കുണ്ടോ? ഉണ്ട് എങ്കിൽ അത് പറയാൻ പറഞ്ഞിട്ട് പോലും മുണ്ടണില്ല. അത് ജീവിതത്തിൽ ഒരുപാടങ്ങ് മറുങ്ങള്. നബിയും സഹാബത്തും ചെയ്ത കാര്യം നമുക്ക് ചെയ്യാമെന്ന് വന്നാല് ഇപ്പോഴുള്ള KNMന്റെ പുസ്തകമെല്ലാം മാറ്റിയടിക്കേണ്ടി വരും. KNMന്റെ ഇപ്പോഴുള്ള പുസ്തകം ഉണ്ടല്ലോ അതെല്ലാം മാറ്റി പ്രസിദ്ധീകരിക്കേണ്ടി വരും. കാരണം പിടുത്തം വിടും. ണ്ടാ മൂപ്പര് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് ട്ടാ. സലാം മറക്കാനല്ല. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഫ്രഷ് ന്യൂസ് അല്ല, മൂപ്പര് മുങ്ങി എന്ന് തന്നെ എനിക്ക് പറയാ. കാരണം എന്താ പറയുക, മൂപ്പർക്ക് ഈ ചോദ്യം ശരിക്കും കൊതക്കുകൊള്ളും.
സർവ വഹാബിക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു കാര്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇതൊരു പുതിയൊരു കാര്യം നമുക്ക് പഠിക്കാം. ഒരു പുതിയൊരു കാര്യം, പുതിയത് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഞാൻ പറയുന്ന പുതിയത്, ഞാൻ ഇതുവരെ ഇതിവിടെ പറഞ്ഞിട്ടില്ല. ഉസ്താദ്മാരൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം. പക്ഷെ ഇതൊരു പോയിന്റാ. നമ്മളോട് വന്നിട്ട് ചോദിക്കും വഹാബി, എന്താ ചോദിക്കുക? ഒരു കാര്യം, മരിച്ചാലെ വിളിച്ച് നബി സഹായം തേടിയോ? തേടി എന്ന് പറഞ്ഞാല് അതിന് തെളിവ് കൊടുത്താൽ ചോദിക്കും, അല്ല അത് കണ്ടിട്ട് സഹാബി ചോദിച്ചോ? അതും കൊടുത്തു. അതൊറ്റ പ്രാവശ്യമല്ലേ എന്ന് ചോദിക്കും. അതൊറ്റ പ്രാവശ്യമല്ലേ? ഒരു പ്രാവശ്യം ചെയ്താലൊന്നും ഇവർക്ക് തെളിവാവില്ല. ഇങ്ങനൊക്കെ പറഞ്ഞ് ഉരുണ്ട് പറയുന്ന വഹാബിയാണ് ഇവർ. നമുക്ക് തിരിച്ചൊരൊറ്റ ചോദ്യം ഇവരോട് ചോദിക്കാനുള്ളൂ. ഒരു കാര്യം നബി ചെയ്തു എന്ന് സഹീഹായ ഹദീസിൽ വന്നാൽ, ഇതടക്കം, ഏതടക്കം, മരണപ്പെട്ടു പോയവരോടുള്ള സഹായാർത്ഥന അടക്കം, ഒരു കാര്യം, അത് എന്തോ ആയിക്കോട്ടെ, ഒരു കാര്യം നബി ചെയ്തു എന്ന് രേഖപ്പെട്ടാൽ നമുക്കത് ഫോളോ ചെയ്യാമോ? അപ്പോൾ ഒരു പറയും അത് 9 പെണ്ണിന്റെ 9 ഭാര്യമാരെ കല്യാണം കഴിച്ച, അതൊന്നുമല്ല, സഹാബത്തും അത് ഫോളോ ചെയ്തു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്കത് ചെയ്യാമോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് പ്രതികരിക്കും, നിങ്ങളൊന്ന് എന്നോട് പ്രതികരിക്കും. നിങ്ങളെ മനസാക്ഷിക്കനുസരിച്ച്, കാരണം തെറ്റിദ്ധാരണ ഉണ്ട്, നീങ്ങിക്കോട്ടെ. നബിയും സഹാബത്തും ഒരു കാര്യം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ മനസാക്ഷിക്കനുസരിച്ച്, ഇപ്പോ പയ്യോളി ഇത് പറയുന്നത് അപ്പൊ ചെയ്യാൻ പറ്റൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്ന് പറ്റൊന്നും പോണ്ട, ഉറപ്പുള്ളത് മാത്രം അടിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു കാര്യം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇതെന്താ 4 ആളടിച്ചു ആകെ? അറിയൂല, ഇത് അറിയൂല എന്നല്ല, ഇതല്ല, നിങ്ങളെ മനസാക്ഷിക്ക് തോന്നണ അടിക്കാനാ ഞാൻ പറഞ്ഞത്. നിങ്ങളെ മനസാക്ഷിക്ക് തോന്നണ അടിക്കണം. മാഷാ അല്ലാ, 2 ആളടിച്ചു ചെയ്യാമെന്ന്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അറിയൂല എന്നും 3 ആളടിച്ചു. അടി വരട്ടെ, 4, ശരി, 5, 6, ഓക്കെ, മതി. ഇനി ഞാൻ അവിടത്തേക്ക് നോക്കണില്ല, ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോ ശരി, ഇനി ഞാൻ ഫർവാൻ, ഞാൻ സാങ്കല്പികം വെക്കാലോ നമുക്കിത് വിഷയം. നബിയും സഹാബത്തും ഒരു കാര്യം ചെയ്തു എന്ന് സ്വഹീഹായ ഹദീസ് കൊണ്ട് ബോധ്യപ്പെട്ടാൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒന്ന്, അസറിന് ശേഷം സുന്നത്ത് എത്ര നിസ്കരിക്കലുണ്ട്? അസറിന് ശേഷം സുന്നത്ത് എത്ര നിസ്കാരമുണ്ട്? എത്ര റക്അത്ത് സുന്നത്തുണ്ട് സുഹൃത്തുക്കളെ അസറിന് ശേഷം? ഒന്ന് പറഞ്ഞാട്ടെ. അസറിന് ശേഷം എത്ര റക്അത്ത് സുന്നത്തുണ്ട്? പറയണം, നിങ്ങൾ മുണ്ടാൻ പാടില്ല. അത് ശരി, എത്ര റക്അത്തുണ്ട് അസറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം? ഇല്ലേ? ചോന് കട്ടമ്മലാണല്ലോ. ഹദീസ് കേട്ടോളി, സഹീഹുൽ ബുഖാരി പഠിച്ചു വെച്ചോളി. സഹീഹുൽ ബുഖാരി ഹദീസ് കേട്ടോളി. നബി ചെയ്താൽ ചെയ്യാമെന്നല്ലേ വഹാബിവാദം? പഠിച്ചു വെച്ചോളി. അഖ്ബറനി അബി, ശരിക്ക് ഹദ്ദസനാ മുസദ്ദദ്, ഹദ്ദസനാ യഹ്യ, ഹദ്ദസനാ ഹിശാം, ഖാല അഖ്ബറനി അബി, ഖാലത്ത് ആയിഷ ابن أختي ما ترك النبي صلى الله عليه وسلم السجدتين بعد العصر عندي قط. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസറിന്റെ ശേഷം 2 റക്അത്ത് ഒഴിവാക്കിയിട്ടേ ഇല്ല. ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെ ഇല്ലാതായി? അസറിന് ശേഷം 2 റക്അത്ത് ഒഴിവാക്കിയിട്ടേ ഇല്ല അല്ലാഹുവിന്റെ റസൂൽ ഇന്ദി, എന്റെ അടുക്കൽ നിന്ന് റസൂലുള്ള ഒരു ദിവസം പോലും അസറിന് ശേഷം 2 റക്അത്ത് ഉപേക്ഷിച്ചിട്ടേ ഇല്ല. ഇമാം ബുഖാരി സഹീഹിൽ കൊണ്ടുവരുന്നു. നബി ചെയ്താ ചെയ്തൂടെ? വഹാബി ചെയ്യണ്ടേ? നബി ചെയ്താ നിങ്ങൾ ഫോളോ ചെയ്യോ? അസറിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് എവിടെ? എന്നാ പുസ്തകത്തിൽ മാറ്റി കൊടുക്ക്. നിങ്ങൾ കേൾക്കണില്ല. ഞാൻ പറഞ്ഞേ കേട്ടില്ല സുഹൃത്തുക്കൾ. എന്റെ മൈക്ക് പോയിനെയാ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നബി ഒരു കാര്യം ചെയ്തു എന്ന് രേഖയായാൽ അത് നമുക്ക് ഫോളോ ചെയ്യാം. ഇത് നിസ്കാരാണ്, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റൂടെ? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അല്ലേ? കഴിഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് മാത്രമല്ല, ഇനിയുണ്ട് ഒട്ടനവധി.
കേട്ടോ കേട്ടോ. حدثنا موسى بن اسماعيل حدثنا عبد الواحد حدثنا الشيباني قال حدثنا عبد الرحمن بن الاسود عن ابيه عن عائشه ബീവിയെ തൊട്ട് വീണ്ടും ഹദീസ് വരുന്നു. قالت ركعتان രണ്ട് റക്അത്ത് لم يكن رسول الله صلى الله عليه وسلم يدعهما سرا وعلانيا ركعتان قبل صلاه الصبح وركعتان بعد العصر 592 ബുഖാരി. അസറിന് ശേഷമുള്ള രണ്ട് റക്അത്ത് നിസ്കാരം നബി തങ്ങൾ ഉപേക്ഷിച്ചിട്ടേ ഇല്ല. ഉണ്ടോ? എന്തു പറയണം വഹാബി? വഹാബി പറയണം ഇത് നബിയുടെ മാത്രം ഇതാണെന്ന് പറയാനും പറ്റൂല. ഇനി കേട്ടോളി, ഇമാം ബുഖാരി എന്ന് ഉദ്ധരിക്കുന്ന ആയിഷ ബീവിയെ തൊട്ട് റഅയ്തു അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു യതൂഫു ബഅദൽ ഫജ്ർ വയുസല്ലി റക്അത്തൈനി ഖാല അബ്ദുൽ അസീസ് വറഅയ്തു അബ്ദുല്ലാഹി ബിൻ സുബൈർ യുസല്ലി റക്അത്തൈനി ബഅദൽ അസ്രി. ഉണ്ടോ? റഅയ്തു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് യുസല്ലി റക്അത്തൈനി ബഅദൽ അസ്ർ, അസ്റിന് ശേഷം രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആയിഷ ബീവി. കണ്ടാ? ഹദീസ് പറ്റിയോ? സഹാബത്തും ചെയ്തതിന് രേഖ. ഇനിയും വേണോ? സഹാബത്തും ചെയ്തതിന് രേഖ ഇനിയും തരാ. ഇതാ ഞാൻ പറഞ്ഞത്. വഹാബിയക്ക് എന്തിനേറെ പറയുന്നു? ഹദീസിൽ കാണാം ولا يصليهما في المسجد مخافة أن يثقل على أمته وكان يحب ما يخفف عنهم എന്ന് പോലും ഹദീസിൽ കാണാം. 590 നമ്പർ ഹദീസ് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പള്ളിയിൽ വെച്ച് അത് നിസ്കരിക്കൂല. എന്താ കാരണം? സഹാബത്തുൽ കിറാമിന്റെ പേരിൽ അഥവാ ഈ ഉമ്മത്തിന്റെ പേരിൽ അത് ഫർളാക്കപ്പെടുമെന്ന് ഭയം കാരണം. എന്താ? ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. നബിക്ക് ഇഷ്ടം ഈ ഉമ്മത്തിന് ഖിഫത്ത് ഉണ്ടാക്കലാണ്, സിഖൽ ഉണ്ടാക്കലല്ല, ലഘുവായ കാര്യങ്ങളാണ് നബിക്കിഷ്ടം. സഹാബത്തും ചെയ്തു, നബിയും ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കത് രേഖയാവൂല എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് രേഖയാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞതിന് രേഖയാകൂല. എന്തേ കാരണം? ആരൊക്കെ ചെയ്തിട്ടുണ്ട്? എനിക്കട്ടോ ഇബ്നു അബീ ശൈബ ഉദ്ധരിക്കുന്നത് കാണാം, സഹീഹായ പരമ്പരയിൽ തന്നെ ഉദ്ധരിക്കുന്നത് കാണാം. കേട്ടോ? ഇതാ ആരൊക്കെയാണ്? വകാനു യുസല്ലൂന ബഅദൽ അസ്രി, അസ്റിന് ശേഷം നിസ്കരിക്കുന്ന സഹാബത്തുൽ കിറാമിന്റെ പേരാണ് പറയുന്നത്. സുബൈർ ഇബ്നുൽ അവ്വാം നിസ്കരിക്കലുണ്ട്. സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു നിസ്കരിക്കാറുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാറുണ്ട്. അബൂ ബുർദ ഇബ്നു അബീ മൂസ റളിയല്ലാഹു തആല അൻഹു ഇവരൊക്കെയും അസ്റിന് ശേഷം നിസ്കരിക്കുന്നവരാണ്. കണ്ടാ? ഇവരൊക്കെ നിസ്കരിക്കലുണ്ട്. നിങ്ങൾക്ക് രേഖയാവുമോ? അസറിന് ശേഷം രണ്ടരക്കാലത്ത് സുന്നത്ത് എവിടെ വഹാബി? അപ്പൊ നബി ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാലും സഹാബത്ത് ഒരു കാര്യം ചെയ്തു എന്ന് ഹദീസിൽ വന്നാലും സുന്നികൾക്കത് രേഖയായി ഫോളോ ചെയ്യൂല. കാരണം ഇമാമിങ്ങൾ പറയുന്നിടത്ത് നിൽക്കുന്നവരാണ് സുന്നികള്. ആ ഇമാമിങ്ങൾ പറഞ്ഞതാണ് സുന്നികളുടെ പ്രമാണം. അല്ല വഹാബിക്ക് പ്രമാണം നബി ചെയ്തു എന്നുള്ളതാണെങ്കിൽ ഇതൊക്കെ രേഖയാക്കണം. നിങ്ങൾ ഇതൊക്കെ രേഖയാക്കണം. അതെങ്ങനെയാ രേഖയാക്കുക? കുറച്ചും കൂടി മേലോട്ട് പോയാലേ ഇതിനൊക്കെ പണ്ഡിതന്മാരെടുത്ത് ന്യായങ്ങളുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഞാൻ ഹദീസാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ വ്യക്തമായി അസ്റിന് ശേഷമുള്ള നിസ്കാരം വിരോധിച്ചിട്ടുണ്ട്. അത് വേറെ ഹദീസിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഹദീസ് ബാഹ്യമായ വൈരുദ്ധ്യങ്ങളൊക്കെ വരും. ഇങ്ങനെ ഖുർആനിലേക്ക് ഹദീസിൽ നബി ചെയ്തോ സഹാബത്ത് ചെയ്തോ എന്ന് പറഞ്ഞു പോയാൽ മനസ്സിലായോ? നബി ചെയ്തോ അതല്ല വിഷയം. ഇമാമിങ്ങൾ അതിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. സുന്നികളെടുത്ത് അവിടെ നിൽക്ക്. അപ്പോഴാണ് നിങ്ങളെ പിടുത്തം വിടുള്ളൂ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി? ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? നബി ചെയ്തോ എന്ന് ചോദിക്കുന്നതേ രേഖയല്ല. സഹാബത്ത് ചെയ്തോ എന്നതേ രേഖയല്ല. അവരുടെ സഹാബത്തിന്റെയും നബിയുടെയും ചര്യയിൽ നിന്ന് ഇമ്മത്ത് അത് പറഞ്ഞോ എന്ന് ചോദിക്കുക വേണ്ടത്. അതാണ് ചോദ്യം. ചോദിക്കേണ്ടത് അങ്ങനെയാ. മറ്റ് നബി ചെയ്താൽ നമുക്ക് ചെയ്യാം, സഹാബത്ത് ചെയ്താൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ മണ്ടത്തരാണ്. ലോക മുസ്ലിങ്ങൾക്ക് ആ ഒരു ന്യായം, ആ ഒരു അവകാശവാദം ഇല്ല. അത് വഹാബി കെട്ടിപ്പടച്ചുണ്ടാക്കിയ തോന്നിവാസവാദമാണ്. ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെനിയും മനസ്സിലാവാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എസ് അടിച്ചോളൂ. മനസ്സിലാകാത്തവർ എസ് അടിച്ചോളൂ.
ഒന്നും കൂടി വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് ഒന്ന് മാത്രമല്ല കേട്ടോ, ഒട്ടനവധി വിഷയങ്ങളുണ്ട് ഇങ്ങനെ. പക്ഷെ ഫോർ എക്സാമ്പിൾ ഒന്ന് നിരത്തി തന്നേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി? മാഷാ അല്ലാഹ്. ഇപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇനിയിപ്പോ നബി ചെയ്തോ സഹാബത്ത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് കൊറലിന് പിടിക്കാൻ കിട്ടൂലേ? പിന്നെ എന്തുകൊണ്ട് പണ്ഡിതന്മാരത് പറഞ്ഞില്ല? അത് തന്നെ പണ്ഡിതന്മാരത് പറഞ്ഞില്ല. പണ്ഡിതന്മാര് പറഞ്ഞത് സുന്നത്തല്ല. പണ്ഡിതന്മാര് പറഞ്ഞത് സുന്നത്തല്ല. അത് ഞങ്ങൾക്കതാണ് രേഖ. പണ്ഡിതന്മാർ പറഞ്ഞു സുന്നത്തല്ല, മുജാഹിദീങ്ങളും പറഞ്ഞു സുന്നത്തല്ല. ഓലെന്തുകൊണ്ടാ പറഞ്ഞത് എനിക്കറിയില്ല. അത് ഓലോട് ചോദിക്കണം. നമുക്ക് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, ഇമാം നവവി തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് സുന്നത്തല്ല. മുജാഹിദീങ്ങൾ എന്തുകൊണ്ട് സുന്നത്തല്ല? അത് ഓലോട് ചോദിക്കുന്നതാണ്. പിടിച്ചിങ്ങാണ്ട് ചോദിക്ക്. ദത്താടജി പറയണ് സുന്നത്തല്ലേ, നബി ചെയ്തു ഹദീസിൽ വന്നിട്ട് സുന്നത്തല്ലേ, പിന്നെ മുണ്ടൂല. അപ്പൊ അത് ഇമാമിയങ്ങൾ എന്നറിയും. അതന്നെല്ല മണ്ടന്മാരെ ഞങ്ങൾ പറഞ്ഞ ഇമാമിയങ്ങൾ. അവിടെ നിക്ക്, നിങ്ങൾ എവിടത്തേക്കാ പിന്നെ മണ്ടണ്? അത് ശരി, അവിടെ ഇമാമിനെ വേണം അല്ലേ? അവിടെ ഷാഫി ഇമാമ് വേണം അല്ലേ? അവിടെ ഇമാം നവവി തങ്ങൾ വേണം അല്ലേ? ശരി, ഹദീസ് പോരല്ലേ? ഹദീസ് കണ്ടാൽ സ്വീകരിക്കാൻ കഴിയൂലല്ലേ? അത് പ്രാവർത്തികാക്കാൻ ആകൂലല്ലേ? അതന്നല്ലേ മണ്ടന്മാർ ഇത്രയും കാലമായിട്ട് സുന്നികൾ പറഞ്ഞുകൊണ്ട് നടന്ന്. അതുകൊണ്ട് ഖുർആനും ഹദീസും ചോദിക്കൽ ആദ്യം വഹാബി നിർത്തുക, അല്ലെങ്കിൽ അസറിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക. ഒന്നിരിക്കൽ അസറിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക, അല്ല ഖുർആനും ഹദീസും ചോദിക്കൽ നിർത്തുക. മറിച്ച് എന്ത് ചെയ്യുക? ഇമാമിങ്ങളുടെ അഖ്വാലിലേക്ക് മടങ്ങുക. ഹാദാ ഹുവൽ അഹഖു, അതാണ് ഏറ്റവും താത്വികമായ മാർഗം, അതാണ് യഥാർത്ഥ മാർഗം, അതാണ് ദീനുൽ ഇസ്ലാമിൽ കരണീയമായ മാർഗം. ഇതാ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? വിഷയം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ഒരാൾ കുറച്ചു നേരം മൈക്കിലേക്ക് വന്നോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.